Okay. Good evening, everyone. അപ്പോൾ ഇന്നത്തെ സെഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. നിങ്ങൾക്ക് കേട്ടിട്ട് എക്സാം എത്രയും പെട്ടെന്ന് വരികയാണ് എന്നറിയാം. അപ്പോൾ എങ്ങനെയാണ് പോർഷൻസ് കവർ ചെയ്യാൻ പറ്റുമോ എന്നൊന്നും നമുക്ക് അറിയില്ല. ബട്ട് ഇതൊരു ക്രാഷ് കോഴ്സ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മളൊരു ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസിലൂടെ അതിലുള്ള പോർഷൻസ് എല്ലാം ഒന്ന് ടച്ച് ചെയ്ത് പോകാനാണ് നമ്മൾ നോക്കുന്നത്. എന്റെ വോയിസ് നിങ്ങൾക്ക് ക്ലിയർ ആണോ? ക്ലിയർ ആണെങ്കിൽ ആ ചാറ്റിൽ ഒരു യെസ് നോ തംസോ അങ്ങനെ എന്തെങ്കിലും തരുമോ? നല്ലൊന്ന് മനസ്സിലാവുള്ളൂ ഞാൻ പറയുന്നത് എത്രത്തോളം നിങ്ങൾക്ക് ക്ലിയർ ആണ്. ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പം എനിക്ക് എല്ലാവരും കുറെ പേരുടെ ഒക്കെ തംസപ്പ് കാണുന്നുണ്ട്. അപ്പൊ എന്റെ ശബ്ദം ഓക്കെ ആണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ ഞാൻ പറയുന്നതിൽ കുറച്ച് സ്പീഡ് കൂടുതലായിരിക്കും. എനിക്ക് കുറച്ച് സ്പീഡിന്റെ ഇതുണ്ട്. അപ്പൊ പറയുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് എഴുതിയെടുക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒന്ന് പറയാൻ ഞാൻ സ്പീഡ് കുറച്ചുകൊണ്ട്. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട്. നിങ്ങൾക്ക് സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് എസ് എന്ന് പറയോ? കാണുന്നുണ്ട്. സ്ക്രീൻ ക്ലിയർ ആണ്. ഓക്കെ ഓക്കെ ഓക്കെ. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ ഇന്നത്തെ ഒരു ഇപ്പൊ ഇതിന്റെ ഹെഡിങ് കണ്ടാൽ തന്നെ അറിയാം. ഇത് നമ്മൾ കൊടുത്തുള്ള കേട്ടറ്റ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് എന്നാണ്. അപ്പം കഴിഞ്ഞ ഒരു 23, 22, 21 ഈ 3 വർഷങ്ങളിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പറിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണും. അപ്പോ നിങ്ങൾക്ക് അതിന്റെ ആൻസേഴ്സ് പറയാം, അറിയുന്നതാണെങ്കിൽ പറയാം. പിന്നെ അതിനായിട്ട് റിലേറ്റ് ചെയ്ത കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ ഒന്ന് എഴുതിയെടുത്ത് നമുക്ക് അങ്ങനെ പോവാം. അപ്പൊ എല്ലാവരും പേപ്പറും പെണ്ണൊക്കെ ആയിട്ടാണ് ഇരിക്കുന്നതെന്നാണ് എന്റെ വിശ്വാസം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ചേർച്ച് ഗോയിങ് ഇസ് എ പോയം റിട്ടൺ ബൈ ഹും? ചേർച്ച് ഗോയിങ് എന്ന് പറഞ്ഞ പോയം എഴുതിയത് ആരാണ്? നമുക്ക് കുറച്ച് ഓപ്ഷൻ ഉണ്ട് അവിടെ. അതെ. ജോൺഡൺ, മാത്യു അർണോൾഡ്, ഫിലിപ്പ് ലാക്കിൻ, മൗറിൻ ഡഫി. ഫിലിപ്പ് ലാക്കിൻ ആണ് ഇതിന്റെ ആൻസർ. ഓക്കെ, സോ ഫിലിപ്പ് ലാക്കിന്റെ പോയമാണ് ചേർച്ച് ഗോയിങ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇതിൽ ഓരോരുത്തരും ഡിസ്കസ് ചെയ്ത് വരികയാണെങ്കിൽ ആദ്യത്തെ ആൾ എന്ന് പറയുന്നത് ജോൺഡൺ ആണ്. ജോൺഡണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇദ്ദേഹം എന്താണ്, ഒരു 17th സെഞ്ചുറി പോയറ്റ് ആണ് എന്ന് പറയാം അല്ലെ. 17th സെഞ്ചുറി മെറ്റാഫിസിക്കൽ പോയറ്റ് ആണ്. അദ്ദേഹത്തെ നമ്മൾ പറയാറ് മെറ്റാഫിസിക്കൽ പോയറ്റ് എന്നാണ്. നമുക്കറിയാം മെറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിയോണ്ട് ആണ്, ബിയോണ്ട് എർത്തിൽ അല്ലെങ്കിൽ ഫിസിക്കൽ വേൾഡ് അങ്ങനെയാണ്. അപ്പൊ ഇന്റലക്ച്വൽ പോയിറ്റ്സ് ആണ് നമുക്ക് പൊതുവെ എന്താ പറയാ ഈ മെറ്റാഫിസിക്കൽ പോയിറ്റ്സിനെ പറയാം. അവർ എഴുതുന്ന പോയിട്രി എന്ന് പറയുന്നത് എന്താണ്, എപ്പോഴും ഭയങ്കര ഇന്റലക്ച്വൽ ആയിട്ട് ഭൂമിക്ക് പുറത്തുള്ള അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്തയും കമ്പയർ ചെയ്യാത്തയും കാര്യങ്ങളൊക്കെ കമ്പയർ ചെയ്ത് പോയംസ് എഴുതുന്നവർ ആരാണ്? ഈ മെറ്റാഫിസിക്കൽ പോയിറ്റ്സ്. അപ്പം അതിൽ വരുന്ന ഒരാളാണ് നമ്മുടെ ജോൺഡൺ ഒക്കെ. പിന്നെ വേറെയും കുറെ ആൾക്കാരുണ്ട്, അബ്രഹാം കൗലി, അതുപോലെ തന്നെ അറിയണം നമ്മൾ ആൻഡ്രൂ മാർവെൽ. ഇവരൊക്കെ എന്തിൽ പെടുന്ന ആൾക്കാരാണ്? മെറ്റാഫിസിക്കൽ പോയിട്രിയിൽ വരുന്ന ആളുകളാണ്. സോ ജോൺഡന്റെ കുറച്ച് പോയിംസിന്റെ പേര് ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഹോളി സോണറ്റ്സ്, ദ ഫ്ലീ, ദ സൺറൈസിങ്. പിന്നെ നിങ്ങളൊക്കെ ഇംഗ്ലീഷ് പഠിച്ചവരായിരിക്കും, പി ജിക്കാണെങ്കിലും ഡിഗ്രിക്കാണെങ്കിലും അവിടെയൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു പോയമാണ് വാലഡിക്ഷൻ ഫോർബിഡിങ് മോർണിംഗ്. പിന്നെ അതുപോലെ തന്നെ കാനണൈസേഷൻ. ഇതൊക്കെ ആരുടെ പോയിംസ് ആണ്? ജോൺഡന്റെ പോയിംസ് ആണ്. അപ്പം ഈ സ്ക്രീനില് വാലഡിക്ഷൻ ഫോർബിഡിങ് മോർണിംഗ് എന്ന് പറഞ്ഞ പോയത്തിന്റെ ഒരു ഓപ്പണിംഗ് ലൈനും അതുപോലെ എൻഡിങ് ലൈനും ഇതിൽ കൊടുത്തിട്ടുണ്ട്. കാരണം കുറെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയപ്പോ ഓപ്പണിംഗ് ലൈൻസ് തന്നത് ഇത് ഏത് പോയത്തിൽ നിന്ന് വരുന്നതാണ്, അല്ലെങ്കിൽ ഈ പോയം എഴുതിയത് ആരാണ്, അങ്ങനത്തെ ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ എടുത്തിട്ടുള്ളത്. As watches men pass mildly away and whisper their souls to go, ഇങ്ങനെ ഓപ്പണിംഗ് ലൈൻ വരുന്ന ഒരു പോയമാണ്
വെലഡിക്ഷൻ ഫോർബിഡിംഗ് മോർണിംഗ്. ഈ ഒരു PDF ഞാൻ നിങ്ങൾക്ക് നിങ്ങളെ ഗ്രൂപ്പിൽ ഇട്ട് തരുന്നുണ്ട് കേട്ടോ. ഇതിനുശേഷം അപ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിക്കുന്നവർക്ക് ഇത് ശ്രദ്ധിക്കാം. ഇതിനുശേഷം ഈ PDF ഇല്ല, ഞാൻ പറയുന്ന കാര്യങ്ങൾ PDF ഇല്ല എന്ന് തോന്നാൻ മാത്രം എഴുതിയെടുത്താൽ മതി വേണമെങ്കിൽ. ഓക്കെ, സോ ഇങ്ങനെയാണ് ഇതിന്റെ ഓപ്പണിംഗ് ലൈൻസ് വരുന്നത്. ആസ് വെർച്ചസ് മാൻ പാസ് മൈ വേ അങ്ങനെ പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. അതുപോലെ എന്റെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. Thy firmness make my circle just and makes me end where I begin. സോ ഈ ഒരു പോയം എന്ന് പറയുന്നത് എന്താ പറയാ, നമ്മളെ ഈ ജോൺഡൺ പോവാണ്, ഒരു യാത്രയ്ക്ക് പോവാണ്. നിങ്ങൾക്ക് അറിയണ്ടായിരിക്കും കേട്ടോ, എന്നാലും പറയാണ് ഇവിടെ ഈ ഒരു സാഹചര്യത്തിൽ. ഇനി ആർക്കും അറിയില്ലെങ്കിലും എന്നുള്ള പോലെ പറയാണ്. ഇയാള് ഫ്രാൻസിലേക്ക് പോവാണ്. അപ്പം ലൈക്ക് ഇയാളെ പാർട്ട്ണറുമായിട്ട് കുറച്ചു കാലത്തേക്ക് ഒരു പിരിഞ്ഞു നിൽക്കുന്ന ടൈമിൽ ഇയാളുടെ വൈഫിന് പറയുന്ന ഫെയർവെൽ ആണ് എന്ത് വെലഡിക്ഷൻ. വെലഡിക്ഷൻ എന്ന് പറഞ്ഞാൽ തന്നെ ഫെയർവെൽ എന്നാണ്. വെൻ വി പാർട്ട് വി ഷുഡ് നോട്ട് മോൺ, അല്ലെങ്കിൽ നമ്മൾ ദുഃഖിക്കാൻ പാടില്ല. നമ്മൾ ഈ ഒരു പാർട്ടിങ്ങില് എന്ന് പറയുന്ന ഒരു പോയമാണ് ഇത് വെലഡിക്ഷൻ ഫോർബിഡിംഗ് മോർണിംഗ് എന്ന് പറയുന്നത്. അതിന്റെ ഓപ്പണിംഗ് ലൈൻസും എൻഡിങ് ലൈൻസും ആണ് നമ്മൾ അവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പം നമ്മൾ ഓപ്ഷനിൽ ഒരാൾ ജോൺഡൺ ആയിരുന്നു. അയാളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അപ്പം ഇങ്ങനെ ഓരോ ആളുകളെ കുറിച്ചും എന്ത് ചെയ്യുക, അപ്പൊ നമ്മൾ പറയുന്ന ഈ ആളുകളെയൊക്കെ നിങ്ങൾ ഒന്നും കൂടി സെർച്ച് ചെയ്ത് ഇപ്പൊ കുറച്ചും കൂടി പോയംസിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് വിക്കിപീഡിയ വായിച്ചാൽ മതി നമ്മള്. ഓക്കെ, ലൈക്ക് ഒരുപാടൊന്ന് സെർച്ച് ചെയ്ത് പോകണ്ട. നമ്മൾ കേട്ടിട്ട് എഴുതുന്ന സമയത്ത് നിങ്ങളത് കാറ്റഗറി 3 ആണെന്നാണ് എന്റെ വിശ്വാസം. അപ്പൊ ലൈക്ക് എല്ലാത്തിന്റെയും എന്താണ് വിക്കിപീഡിയയിലുള്ള വിവരങ്ങളില്ലേ, അത് അറിഞ്ഞാൽ തന്നെ മതി. അപ്പം ഇങ്ങനെയൊക്കെ ഉള്ളതിനൊന്ന് ഫെർദർ സെർച്ച് ചെയ്ത് കുറച്ചും കൂടി ഒരു കാര്യങ്ങളൊക്കെ നിങ്ങളെ മൈൻഡിൽ ഒന്ന് സെറ്റ് ആക്കി വെക്കുക. അപ്പൊ അതാണ് ജോൺഡണിനെ കുറിച്ച്. പിന്നെ നമ്മൾ പറഞ്ഞ പിന്നെ ഒരു നമ്മുടെ ഓപ്ഷൻ എന്ന് പറയുന്നത് മാത്യു അർണോൾഡ് ആണ്. മാത്യു അർണോൾഡിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയോ? കേട്ടിട്ടുണ്ടോ നിങ്ങൾ മാത്യു അർണോൾഡിനെ കുറിച്ച്? Of course. എന്താ മാത്യു അർണോൾഡിനെ പറഞ്ഞോളൂ. ഏതെങ്കിലും വർക്കിന്റെ പേര് അറിയില്ലെങ്കിലോ എന്ത് വേണമെങ്കിൽ പറയാം. ഓക്കെ, സോ മാത്യു അർണോൾഡ് എന്ന് പറഞ്ഞാൽ ഒരു വിക്ടോറിയൻ പോയിറ്റ് ആണ്. ഓക്കെ, നമ്മളിവിടെ എഴുതിയിട്ടുണ്ട് ഒരു വിക്ടോറിയൻ പോയിറ്റ് ആണ്. അതുപോലെ തന്നെ ലിറ്റററി ക്രിട്ടിക് ആണ്. ഇയാൾക്കൊരു ക്യാപ്ഷൻ ഉണ്ട്, ഫാദർ ഓഫ് മോഡേൺ ക്രിറ്റിസിസം. ഫാദർ ഓഫ് മോഡേൺ ക്രിറ്റിസിസം എന്ന് പറയുന്നത് ആരെന്നെയാണ്? മാത്യു അർണോൾഡിനെയാണ്. ഓക്കെ, ഫാദർ ഓഫ് മോഡേൺ ക്രിറ്റിസിസം എന്ന് പറയുന്നത് മാത്യു അർണോൾഡിനെയാണ്. ഇദ്ദേഹം ഒരു വിക്ടോറിയൻ പോയിറ്റ് ആണ്. അതുപോലെ തന്നെ 19th സെഞ്ചുറിയിലെ ഒരു ലിറ്റററി ക്രിട്ടിക്കും കൂടിയാണ്. ഓക്കെ, അപ്പം ഇയാളുടെ കുറച്ച് പോയിന്റ്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഡോവർ ബീച്ച്, ദ സ്കോളർ ജിപ്സി. ഓക്കെ, സോറി, ഇതില് ചേർച്ച് കോയിൻ എന്ന് കൊടുത്തിട്ടുള്ള മാത്യു അർണോൾഡിലാണ്. അത് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയതാണ്. സോറി ഫോർ ദാറ്റ്. ചേർച്ച് കോയിൻ എന്ന് പറയുന്നത് ഫിലിപ്പ് ലാക്കിന്റെ പോയമാണ് കേട്ടോ, അത് മാറി എഴുതിപ്പോയതാ. അപ്പം ഡോവർ ബീച്ച്, സ്കോളർ ജിപ്സി ഒക്കെ ഇദ്ദേഹത്തിന്റെ പോയംസ് ആണ്. അതിന്റെ ഡോവർ ബീച്ചിൽ ഒരു ഫേമസ് ലൈൻ ഉണ്ട്, ആ ലവ് ലെറ്റ് us be true to one another. ഇതിങ്ങനെ നമ്മൾ ഓഫൺ കോട്ടഡ് ആയിട്ട് അല്ലെങ്കിൽ പല സ്ഥലത്തും കാണാറുള്ള ഒരു വരിയാണ്. അപ്പൊ ഇതങ്ങനത്തെ നല്ല നല്ല വരികളൊക്കെ കാണുമ്പോൾ ശ്രദ്ധിക്കുക. നമ്മൾ ഇനി പഠിക്കുന്ന സമയത്താണെങ്കിലും പോയം ഒക്കെ പഠിക്കുമ്പോൾ നല്ല വരികൾ കാണുമ്പോൾ അത് എഴുതിയൊക്കെ വെക്കുക, കാരണം എവിടെയെങ്കിലുമൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ ഇങ്ങനത്തെ എക്സാമുകൾക്കൊക്കെ നമുക്ക് സഹായപ്രദമാവും എപ്പോഴും. അപ്പം ഇതാണ് ആ വരി, ആ ലവ് ലെറ്റ് us be true to one another. പിന്നെ സ്കോളർ ജിപ്സി ഒക്കെ അദ്ദേഹത്തിന്റെ ഒരു പോയാണ്. പിന്നെ നമ്മൾ പറഞ്ഞു അദ്ദേഹം പോയറ്റ് ആണ്, അതിന്റെ കൂടെ തന്നെ എന്തും കൂടിയാണ്, ഒരു ലിറ്റററി ക്രിട്ടിക് ആണെന്ന് പറഞ്ഞു. ലിറ്റററി ക്രിട്ടിക് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ പല പല വർക്കുകൾ ഉണ്ട് കേട്ടോ. ലൈക്ക് ഒരു ടെക്സ്റ്റ് ഓൺ മെത്തേഡ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ലൈക്ക് ആ പേര് മാത്രം ഓർത്ത് വെച്ചാൽ മതി നിങ്ങൾ, കാരണം ഇത് ആരതാണ്, ഈ മെത്തേഡ് ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്, അങ്ങനത്തെ ചില ചോദ്യങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ അതേപോലെ തന്നെ ഇനി നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഫെർദർ ആയിട്ട് അതിൽ സെർച്ച് ചെയ്ത് നോക്കാം. ലൈക്ക് ഒന്ന് ഗൂഗിൾ സെർച്ച് ചെയ്താൽ മതി, നമുക്ക് കിട്ടും. ഓക്കെ, അപ്പൊ ടെക്സ്റ്റ് ഓൺ മെത്തേഡ് ആരുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്? മാത്യു അർണോൾഡുമായിട്ട് റിലേറ്റ് ചെയ്താണ്. എന്താണ് ടെക്സ്റ്റ് ഓൺ മെത്തേഡ്? ഓക്കെ ഓക്കെ പിന്നെ വരുന്ന മൗറിൻ ഡഫി ആണ്. മൗറിൻ ഡഫി എന്ന് പറഞ്ഞാലും ലൈക്ക് അങ്ങനത്തെ ഒരു അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള റൈറ്റർ എന്ന് വേണമെങ്കിൽ പറയാം. ലൈക്ക് നമുക്ക് അങ്ങനെ പഠിക്കാനൊന്നും കുറവാണ്, അധികം അങ്ങനെ പോയംസ് ഒന്നും കാണാറില്ല, നമുക്ക് പഠിക്കുന്ന സിലബസിലൊന്നും കാണാറില്ല. അദ്ദേഹം ഒരു ഇംഗ്ലീഷ് പോയിറ്റ് ആണ്, പ്ലേ റൈറ്റ് ഒക്കെയാണ് കേട്ടോ. അപ്പം റീസെന്റ് ആയിട്ട് അദ്ദേഹത്തിന് വന്ന ഒരു പോയമാണ് ഇൻ ടൈം ലൈക്ക് ദിസ് എന്ന് പറയുന്നത്. ലൈക്ക് കൊറോണയെ കുറിച്ചൊക്കെയാണ് ഈ പോയത്തിൽ പറയുന്നത്, ഇൻ ടൈം ലൈക്ക് ദിസ്. ഓക്കെ, സോ അതാണ് ഇതിൽ പറഞ്ഞത്. ഈ ഒരു ക്വസ്റ്റനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് പോയിന്റ്സ് നമ്മൾ പറഞ്ഞത് അതായിരുന്നു. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഓവിഡ് റോട്ട് ഇൻ ഡാഷ്. ഓവിഡ് ഒരു റൈറ്റർ ആണ് കേട്ടോ. ഓവിഡ് ഏത് ഭാഷയിലാണ് എഴുതിയിരുന്നത്? ആർക്കെങ്കിലും ഉത്തരം അറിയോ? വെറുതെ ഗസ് ചെയ്യട്ടെ. ഗസ് ചെയ്തോ. ഓവിഡ് മെറ്റമോർഫോസ് ഒക്കെ എഴുതിയത് ഇതിലാ. ഏതിലാ എഴുതിയത്? Is it Latin or French? യെസ് ദാറ്റ്സ് റൈറ്റ്. അതെ ലാറ്റിനാണ്. അതെ ലാറ്റിനിലാണ് ഓവിഡ് എഴുതിയിട്ടുള്ളത് മെറ്റമോർഫോസിസ്. മെറ്റമോർഫോസിസ് എന്തിനെ കുറിച്ച് അറിയോ? നമ്മളെ ജൂലിയസ് സീസറിന്റെ ജൂലിയസ് സീസറിന്റെ ഒന്നും മൈൻഡിൽ സർഫസ് ചെയ്യണില്ല. ഓക്കെ ദാറ്റ്സ് നോട്ട് പ്രോബ്ലം ഇറ്റ്സ് ഓൾ. ഇങ്ങനെ തന്നെയാണ് നമ്മളിങ്ങനെ പൊടി തട്ടി എടുക്കണ ഇതാണ് ഇതൊക്കെ. അപ്പം അതൊന്നും കുഴപ്പമില്ല. ഓർമ്മയുള്ള ഇതിലാണ്. അതെ അതെ യാ. ആരാണിത്? എന്താ പേര്? അത് ഞാൻ റെജിന. രചന. ഓക്കെ ഇംഗ്ലീഷ് സ്റ്റുഡന്റ് ആണല്ലേ? കഴിഞ്ഞ ബുക്ക് റിവ്യൂ ഫസ്റ്റ് ബുക്ക് റിവ്യൂനൊക്കെ അത് ലൈക്ക് ഇൻട്രോ പറയുകയോ ചെയ്തിട്ടുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. ഓക്കെ ഐ റിമെമ്പർ യു. ഓക്കെ അപ്പം ഓവിഡ് എഴുതിയിട്ടുള്ളതൊക്കെ എന്താണ്? ലാറ്റിൻ ലാംഗ്വേജിലാണ്. മെറ്റമോർഫോസിസ് എന്ന് പറയുന്നത് ഓവിഡിന്റെ ഒരു മെയിൻ ആയിട്ടുള്ള വർക്കാണ്. ജൂലിയസ് സീസറിന്റെ ഡെത്തിന്റെ ശേഷം വരുന്ന കുറെ കാര്യങ്ങൾ അങ്ങനത്തതൊക്കെയാണ് ഇതിന്റെ ഒരു മേജർ തീം എന്ന് പറയുന്നത്. മെറ്റമോർഫോസിന്റെ മേജർ തീം എന്ന് പറയുന്നത്. ഓക്കെ അപ്പൊ ഇത് എഴുതി വെക്കാം. വേണമെങ്കിൽ എഴുതി വെക്കാം, അല്ലെങ്കിൽ ഈ PDF പിന്നെ നിങ്ങൾക്ക് ഇതാക്കിയാൽ മതി. പക്ഷെ എന്നാലും ഈ ടീച്ചർ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരാൾ പറഞ്ഞു തരുന്ന സമയത്ത് എഴുതി വെച്ചാൽ അത് കുറച്ചും കൂടി നമ്മളെ ബ്രെയിനിൽ നിൽക്കും എന്നാണ് പറയാറ്. സോ ബെറ്റർ യു ക്യാൻ ട്രൈ. Okay, the next question is on heroes, hero worship and the heroic in history is written by, can you guess? ഇവിടെ വേറെ ആരും ഇല്ല? ഇവിടെ ആരുടെ ശബ്ദങ്ങളൊന്നും കേൾക്കാനില്ല. രചന, do you know the answer? ഇത് ഗസ് വർക്ക് ആണ്. അതുകൊണ്ട് വേറെ ഏതോ ഒരു കുഞ്ഞു ശബ്ദം ഉത്തരം പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു ഗൈസ്. തോമസ് കാർലി. ഷബ്ന. ഓക്കെ അതൊക്കെ നമ്മൾ സെക്കൻഡ് ഇയർ വിദ്യാർത്ഥികളാ? ഓക്കെ അപ്പം ഇതിന്റെ ആൻസർ വന്നിട്ട് തോമസ് കാർലി ആണ്. ഓക്കെ തോമസ് കാർലി എന്ന് പറയുമ്പോൾ തോമസ് കാർലി നമ്മളിങ്ങനെ എന്താ പറയാ കുറച്ച് അത്ര ഇങ്ങോട്ട് എസ്സേയിസ്റ്റ് ആണ്. പോയറ്റിനൊക്കെ പിന്നെ നമ്മള് നോവലിസ്റ്റിനൊക്കെ പിന്നെ നമുക്കറിയാം. എസ്സേയിസ്റ്റിനെ അതുപോലെ ഹിസ്റ്റോറിയൻസിനെയൊക്കെ നമുക്ക് കുറച്ച് അത്ര പരിചയം ഇല്ലാത്ത ആൾക്കാരാണ്. അപ്പൊ നമ്മൾ തോമസ് കാർലിൻ പിന്നെ ഇതിൽ കൊടുത്തിട്ടുള്ള GK ചെസ്റ്റർട്ടൺ ഒക്കെ ആരാണ് അറിയോ? ഹിസ്റ്റോറിയൻസ് ആണ്. അങ്ങനെ വേണേ നമുക്ക് പറയാം. അപ്പൊ നമ്മൾ ഇവനെ കുറിച്ച് പറയുകയാണെങ്കിൽ തോമസ് കാർലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തോമസ് കാർലി എന്ന് പറയുന്നത് ഒരു സ്കോട്ടിഷ് എസ്സേയിസ്റ്റും അതുപോലെ തന്നെ ഹിസ്റ്റോറിയൻ ഒക്കെയാണ് കേട്ടോ. ആരാണ്? സ്കോട്ടിഷ് എസ്സേയിസ്റ്റും ഹിസ്റ്റോറിയൻ ഒക്കെ ആണ് ആര്? നമ്മുടെ തോമസ് കാർലി. പിന്നെ അയാൾ എന്ന് പറയുന്നത് വിക്ടോറിയൻ പീരീഡിൽ എന്താണ് ജീവിച്ച് എഴുത്തുകൾ എഴുതിയിട്ടുള്ള ഒരാളാണ്. ഈ വിക്ടോറിയൻ പീരീഡിന്റെ പ്രത്യേകത എന്താ? വിക്ടോറിയൻ പീരീഡില് വിക്ടോറിയ ആയിരുന്നു. വിക്ടോറിയ അതൊക്കെ ഉണ്ട്. ആ പീരീഡിന്റെ ഒരു പ്രശ്നം എന്താ? ഒരു വൃത്തികെട്ട ഒരു സിസ്റ്റം ഉണ്ടായിരുന്നല്ലോ. ഒക്കെ ഒരു പ്യൂരിറ്റി അല്ലേ? അത് പ്യൂരിറ്റി ആണ്. പിന്നെ അതുപോലെ വിക്ടോറിയൻ മൊറാലിറ്റി ആണ്. അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ രണ്ടാൾക്കാർ നടക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു വീട്ടിൽ ഒരാൾക്കാർ താമസിക്കുകയാണെങ്കിൽ ആ ഫാമിലി തന്നെയാണോ അവിടെ താമസിക്കുന്നതെന്ന് വരെ അവര് നോക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു കാലഘട്ടമാണ് ഏത്? നമ്മുടെ തോമസ് കാർലൈന്റെ ഒക്കെ ഒരു കാലഘട്ടം. വിക്ടോറിയൻ പീരീഡ് ആണ്. ഓക്കെ പിന്നെ അവന്റെ എഴുത്തുകളിൽ അധികവും വരുന്നത് ഒന്ന് ഇതാണ്. ഫേമസ് ആയിട്ടുള്ള 2 or 3 ഒക്കെ ഉള്ളൂ കേട്ടോ. അതിലൊന്നാണ് ഈ ഓൺ ഹീറോസ് എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് ഒന്ന് ഫ്രഞ്ച് റെവല്യൂഷൻ നമ്മുടെ തോമസ് കാർലിന്റെതാണ്. ഓക്കെ ഇത് ഞാനിവിടെ കൊടുത്തിട്ടില്ല. ഈ പറയുമ്പോ നിങ്ങൾക്ക് എഴുതിയെടുക്കാം കേട്ടോ. സ്പീഡ് കൂടുണ്ടോ? ഭയങ്കര സ്പീഡിലാണോ ഞാൻ പറയണത്? നോ. ഓക്കെ
അപ്പൊ ഫ്രഞ്ച് റെവല്യൂഷൻ അവന്റെ ഒരു വർക്കാണ്. പിന്നെ ലൈഫ് ആൻഡ് ലെറ്റർ ഓഫ് ഒലിവർ ക്രോംവെൽ വേറെ ഒരു വർക്കാണ്, ലൈഫ് ആൻഡ് ലെറ്റർ ഓഫ് ഒലിവർ ക്രോംവെൽ. ഓക്കെ, ഇതില് ഒലിവർ ക്രോംവെലിനെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഒലിവർ ക്രോംവെൽ, ഡു യു നോ ഒലിവർ ക്രോംവെൽ? ആ കേട്ടിട്ടുണ്ട്. ആ, ഒലിവർ ക്രോംവെൽ ആരാ? നമ്മളുടെ മറ്റേ രജിസ്ട്രേഷന്റെ എന്താ പറയാ, റെസ്റ്റോറേഷന്റെ രജിസ്ട്രേഷന്റെ മുന്നേ പറഞ്ഞോ. അതെ അതെ. ആ, രാജഭരണം എന്താ പീരിയഡിന് എന്താ പറയാ നമ്മള്? അല്ല പ്യൂരി അല്ലല്ലോ, അതന്നെ, കോമൺവെൽത്ത് ആണ്. അതെ. ആ, കോമൺവെൽത്ത്, പ്യൂരിറ്റൻ ഇന്റർഗം എന്നൊക്കെ പ്യൂരിറ്റൻ പറയും. പ്യൂരിറ്റൻ ആ, പ്യൂരിറ്റൻ ഇന്റർഗം എന്ന് പറഞ്ഞാൽ പ്യൂരിറ്റൻ പീരിയഡ് എന്നാണ് ഉദ്ദേശം. അപ്പം അതെന്താ വെച്ച് കഴിഞ്ഞാൽ രാജാവ് ഭരിച്ച് രാജാക്കന്മാര് ഭയങ്കര മോശമായിട്ടാണ് ഭരിക്കണമെന്ന് തോന്നിയ സമയത്ത് എന്താണ് പാർലമെന്റ് ഭരണം എടുത്തിട്ട് ആരെടുത്ത് കൊടുക്കുകയാണ്? ഒരു കോമൺ മാൻ്റെ, ഒരു ജനറലിന് എടുത്ത് കൊടുക്കുകയാണ്. ഒരു പട്ടാള രീതിയിലുള്ള ഭരണം. അവർ വിചാരിച്ചെന്താ വെച്ചാൽ രാജാവിന്റെ അടുത്ത് മാറി ഒരാളുടെ അടുത്ത്, ഒരു ജനറലിന്റെ അടുത്ത് ഭരണം വരുമ്പോൾ നാട് കുറച്ചുകൂടി നന്നായിട്ട് ഭരിക്കുന്നതാണ്. പക്ഷെ ഒലിവർ ക്രോംവെൽ അതിലും വലിയ മനുഷ്യനായിരുന്നു. മൂപ്പർ എങ്ങനെയാണ്, ലൈക്ക് ഒലിവർ ക്രോംവെലിന്റെ സമയത്താണ് ഡാൻസ്, മ്യൂസിക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ബാൻ ചെയ്യുന്നതും സ്റ്റോപ്പ് ചെയ്യുന്നതൊക്കെ. ഓക്കെ, ലൈക്ക് 1642 അവിടെ തിയേറ്റേഴ്സ് ഒക്കെ ക്ലോസ് ചെയ്യും ഇംഗ്ലണ്ടില്. അപ്പൊ അതൊക്കെ ആരുടെ ടൈമിലാണ്? നമ്മളെ ഒലിവർ ക്രോംവെലിന്റെ സമയത്താണ്. പക്ഷെ ഒലിവർ ക്രോംവെലിന്റെ സമയത്താണ് നമ്മളെ മിലിട്ടൺ, അതുപോലെ തന്നെ ജോൺഡന്റെ ഒക്കെ നമ്മൾ പോയതിനെ കുറിച്ച് പറഞ്ഞുകൂടെ. ബെലിഡിക്ഷൻ ഫോർബിഡിങ് മോർണിംഗ് ഒക്കെ മൂപ്പര് എഴുതിയിട്ടുള്ളത് ആ സമയത്താണ്. പക്ഷെ ഇത് പബ്ലിഷ് ചെയ്യണത് പിന്നെ ഈ ഒരു പീരീഡ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ. അപ്പൊ ഇവരൊക്കെ ജീവിച്ചിരുന്നത് ഇയാളെ ഒലിവർ ക്രോംവെലിന്റെ സമയത്താന്ന് വേണേ നമുക്ക് പറയാം. അപ്പൊ പ്യൂരിറ്റൻ ഇന്റർഗം എന്ന് പറഞ്ഞ വാക്കും ഒലിവർ ക്രോംവെൽ എന്ന വ്യക്തിനെ മറക്കരുത്. മൂപ്പര് പറഞ്ഞിരുന്ന ഒരു പേരുണ്ട്, ലോർഡ് പ്രൊട്ടക്ടർ എന്നാണ് പറഞ്ഞിരുന്നത്. എന്താണ് ലോർഡ് പ്രൊട്ടക്ടർ എന്ന് പറയുന്നത്? ആരെയാണ്? നമ്മളെ ഒലിവർ ക്രോംവെലിനെയാണ്. അദ്ദേഹം വന്ന പീരീഡ് വന്നിട്ട് പ്യൂരിറ്റൻ ഇന്റർഗം എന്നറിയപ്പെടുന്നു. പിന്നെ ഇതിൽ ആരാള്? മാത്യു അർണോൾഡ് നമ്മൾ നേരത്തെ പറഞ്ഞു. ടി.എസ്. ഇലിയട്ട്, ജി.കെ. ചെസ്റ്റർട്ടൺ എന്ന് പറയുന്നത് ഒരു എന്താ പറയാ ഹിസ്റ്റോറിയൻ ആണ് കേട്ടോ. അയാൾ അധികവും നമ്മളെ നിങ്ങൾ ആരെങ്കിലും സോഷ്യോ കൾച്ചറൽ ഹിസ്റ്ററി ഓഫ് ബ്രിട്ടൻ ഒക്കെ PGക്ക് പഠിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഇയാൾ അധികം കാണാം. അല്ലെങ്കിൽ ഇങ്ങനെ ഓരോ സൈറ്റേഷൻസിലൊക്കെയാണ് നമുക്ക് അധികം ഇയാളെ കാണാറ്. മൂപ്പര് നമ്മളെ ലിറ്ററേച്ചറിലേക്ക് കയറി വരാറില്ല പോയത്തിലും നോവലിലൊന്നും. അപ്പൊ ഒരു ഹിസ്റ്റോറിയൻ അന്ന് മനസ്സിലാക്കി വെക്കാം. പിന്നെ ടി.എസ്. ഇലിയട്ട് ആണ് ഒരാള്. ടി.എസ്. ഇലിയറ്റ് എന്താണ്? ഒരു പോയറ്റ് ആണ്, എസ്സേയിസ്റ്റ് ആണ്. 20th സെഞ്ചുറിയാണ് മൂപ്പരുടെ കാലഘട്ടം. ഓക്കെ, 20th സെഞ്ചുറിയിൽ അല്ലെങ്കിൽ ഒരു മോഡേണിസ്റ്റ് എന്നൊക്കെ നമുക്ക് പക്ക മോഡേണിസ്റ്റ് എന്ന് പറയാൻ പറ്റുന്ന ഒരാളാണ് ആര്? ടി.എസ്. ഇലിയറ്റ് എന്ന് പറയുന്നത്. നമ്മൾ പറയും, നമ്മൾ അദ്ദേഹത്തിന്റെ പോയം ഒക്കെ പഠിച്ചിട്ടുണ്ടാവും. നമ്മൾ പഠിച്ചിട്ടുണ്ട്, വേസ്റ്റ് ലാൻഡ് പഠിച്ചിട്ടുണ്ടോ? അതെ, വേസ്റ്റ് ലാൻഡ്. ആ എല്ലാവർക്കും ഇത് പറയാട്ടോ. ചിലപ്പോ ചില ആളുകൾ മിണ്ടാൻ നിൽക്കുന്നുണ്ടാവും. എല്ലാവർക്കും പറയാം, നമുക്ക് ശരിയാണെങ്കിൽ ശരി, തെറ്റാണെങ്കിൽ തെറ്റ്, അത്രയേ ഉള്ളൂ. അപ്പോ എല്ലാവരും ഇന്ററാക്ട് ചെയ്തിട്ടൊരു സെഷൻ, അതാവും കുറച്ചും കൂടി രസം ഉണ്ടാവുക. സോ എന്താ പറയുക, നമ്മളെ ടി.എസ്. ഇലിയട്ട്. അപ്പോ നമ്മൾ ടി.എസ്. ഇലിയറ്റിന്റെ 20th സെഞ്ചുറിയാണ്. നിങ്ങൾ വേസ്റ്റ് ലാൻഡ് പഠിച്ചിട്ടുണ്ടല്ലേ? ആ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കട്ടെ, വേസ്റ്റ് ലാൻഡ് എഴുതിയ വർഷം ഏതാ? ഗസ് മീ. 21 ആണോ? 20 ആണ്. അല്ല, രണ്ടും തെറ്റ്. ഞാൻ ആരെ ശരിയാക്കാൻ നോക്കട്ടെ. 24 അങ്ങനെ ആ ഒരു ടൈമാണല്ലേ? 22 ആണ്, 1922. 30 ആ, 22 വരെ പറഞ്ഞത്. 22 ആണ്. ലൈക്ക് അതെ, 20s കാലഘട്ടമാണ്. 22 ആണെടാ. ആരാ മാറിയിട്ട് പറഞ്ഞത്? ആദ്യം 20 പറഞ്ഞതാ. ഓക്കെ ഡിയർ. അപ്പൊ 1922 ആണ് കേട്ടോ ആരുടെ? വേസ്റ്റ് ലാൻഡ് എഴുതിയിട്ടുള്ള ടൈം എന്ന് പറയുന്നത് എപ്പോഴും ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ വേസ്റ്റ് ലാൻഡ് മാത്രമേ നമ്മൾ പറയാറുള്ളൂ, ദ വേസ്റ്റ് ലാൻഡ് എന്ന് പറയണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് കഴിഞ്ഞ നിങ്ങൾ ഈ കേട്ടിട്ടുണ്ട് തന്നെ, 22ലോ 20ലോ എവിടെയോ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടു 4 വേസ്റ്റ് ലാൻഡ് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൽ ഏത് വേസ്റ്റ് ലാൻഡ് ആണ് മൂപ്പർ എഴുതിയെന്ന് ചോദിച്ചിട്ടുണ്ട്. ഭാഗ്യത്തിന് ഒരു വേസ്റ്റ് ലാൻഡിൽ ബ്രാക്കറ്റിൽ 1922 എന്ന് ഇട്ടതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടൊക്കെയാണ് പറയണത് ഈ ഇയറൊക്കെ നോക്കി വെക്കണം എന്ന്. ഓക്കെ, സോ വേസ്റ്റ് ലാൻഡ് എഴുതിയത് മൂപ്പരാണ്. പിന്നെ അദ്ദേഹത്തിന്റെ ഒരു ഫേമസ് ആയിട്ടുള്ള വർക്കാണ് ദ ലവ് സോങ് ഓഫ് ജെ ആൽഫ്രഡ് പ്രുഫോക്ക്. ദ ലവ് സോങ് ഓഫ് ജെ ആൽഫ്രഡ് പ്രുഫോക്ക്.
ഓക്കെ. പിന്നെ അതുപോലെ തന്നെ വേറെ ഏതാണ്, വേറെ ദ മേർഡർ ഇൻ ദ കത്തീഡ്രൽ. ഇതാണ് ദ മേർഡർ ഇൻ ദ കത്തീഡ്രൽ. മൂപ്പരുടെ ഒരു മേജർ ആയിട്ടുള്ള വർക്കാണ് കേട്ടോ. മേർഡർ ഇൻ ദ കത്തീഡ്രൽ. നമ്മൾ പഠിച്ചില്ലേ കത്തീഡ്രൽ. ഉണ്ട്, മേർഡർ ഇൻ ദ കത്തീഡ്രൽ പഠിച്ചിട്ടുണ്ട്. ഉണ്ട് പഠിച്ചിട്ടുണ്ട്. പഠിച്ചിട്ടുണ്ടായിരുന്നു. അതില് പറയുന്ന വിഷയം എന്താ അറിയോ നിങ്ങൾക്ക്? എന്തിനെ കുറിച്ചാ മേർഡർ ഇൻ ദ ലൈക്ക് മേർഡർ ഇൻ ദ കത്തീഡ്രൽ ചർച്ച ചെയ്യുന്നത്? ചേച്ചിയാണ് എന്താ ടോപ്പിക് അതില്? എന്താ? ഇതൊക്കെ മറന്നു പോയത് പുറന്നു പോയി എന്നുള്ളത് ഓർമ്മിപ്പിച്ച് വിഷമിപ്പിക്കരുതെന്ന്. അതൊന്നും പറ്റൂല. നമുക്ക് ഈ പരീക്ഷയ്ക്ക് ഇതൊക്കെ അത്യാവശ്യമാണ്. മേ ബി ഇതിന് വന്നിട്ടില്ലെങ്കിലും അല്ല, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമ്മൾ എപ്പോഴും റിലേറ്റ് ചെയ്തിട്ട് പോകേണ്ടത്. തോമസ് ബക്കറ്റിന്റെ എന്തോ അതെ മകളെ, അതെ അതെ. ആ ശബ്ദം ഏതാണ്? ഇങ്ങനെ പറയുമ്പോ എനിക്ക് പേരും കൂടി അറിയാനല്ലോ. ഇതിപ്പോ ആരാ പറഞ്ഞ? തോമസ് ബക്കറ്റ് ആരാ പറഞ്ഞ? സുഭദ്ര. ആരാണ്? സുഭദ്ര. സുഭദ്ര. ഹലോ, സുഭദ്ര മോഹൻ. സുഭദ്ര. സുഭദ്ര. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഞാൻ 2-3 പേരൊക്കെ അങ്ങനെ റെഡി ആക്കി. എനിക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിക്കാൻ വേണ്ടിയിട്ടത്. ഓക്കെ. അപ്പൊ എനിക്ക് എന്താണ് റെജിന, ഷബ്ന, അതുപോലെ തന്നെ സുഭദ്ര, അങ്ങനെ 2-3 പേരുകളൊക്കെ കിട്ടി. ഓക്കെ ഡൺ. അപ്പോ നമ്മള് എന്താണ് മർഡർ ഇൻ ദ കത്തീഡ്രൽ ചർച്ച ചെയ്യുന്ന അസാസിനേഷൻ ഓഫ് തോമസ് ബെക്കറ്റ്. ഓക്കെ. തോമസ് ബെക്കറ്റിനെ കൊന്നുകളയാണ്. അതാ മറ്റേ ഹെൻറിന്റെ ഒരു കാലഘട്ടത്തിലാണ്. പിന്നെ ഹെൻറി സെക്കൻഡാ തോന്നുന്നുണ്ട്. ഹെൻറി സെക്കൻഡ് കാലഘട്ടത്തിലാണ് ആര് തോമസ് ബെക്കറ്റിനെ കൊന്നുകളയണം. ആദ്യം ഇവർ രണ്ടാളും ഭയങ്കര കമ്പനിയാണ്. പിന്നെ എന്താണ് തോമസ് ബെക്കറ്റ് ഇവരെ കാര്യത്തിനൊന്നും നിന്നു കൊടുക്കൂല എന്ന് തോന്നിയപ്പോൾ അയാളെ കൊന്നുകളയാണ്. അപ്പം അതിനെ കുറിച്ചൊക്കെ എഴുതിയിട്ടുള്ള ഒരു വർക്കാണ് മേർഡർ ഇൻ ദ കത്തീഡ്രൽ എന്ന് പറയുന്നത്. ഈ സെന്റ് തോമസ് ബെക്കറ്റിന്റെ എന്താണ് ഷ്രൈനിലേക്ക് യാത്ര പോകുന്ന ഒരു കഥ ഉണ്ടല്ലോ നമുക്ക് പഠിക്കാൻ. അതെ, കാന്റർബറി ടൈൽസ് ആണ്. കാന്റർബറി ടൈൽസ് എഴുതിയതാരാ? ഇംഗ്ലീഷിന്റെ മുത്തശ്ശൻ. യെസ് യെസ് യെസ്. ദ ഫാദർ ഓഫ് ഇംഗ്ലീഷ് പോയട്രി, ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എന്നൊക്കെ പറയുന്ന ജെഫ്രി ചോസർ ആണ് എന്ത് എഴുതിയിട്ടുള്ളത്? എഴുതിയിട്ടുള്ളത് നമ്മളെ കാന്റർബറി ടൈൽസ് എഴുതിയിട്ടില്ല. നിങ്ങൾ പി ജിക്ക് പഠിക്കാണ്ടല്ലോ, ജനറൽ പ്രൊലോഗ് പഠിച്ചിട്ടുണ്ടോ നിങ്ങൾക്ക്? പഠിച്ചിട്ടുണ്ട്. യുജിക്ക് പഠിക്കാണ്ടായിരുന്നു. യുജിക്കാ എന്നാ കാലിക്കറ്റിലാ? പിജിക്കായിരുന്നു. ആടാ, പി ജിക്കാണ് ജനറൽ പ്രൊലോഗ് പഠിക്കാനുള്ളത്. അതെ അതെ അതെ. ഓക്കെ ഓക്കെ ഗൈസ്, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. മൂപ്പരെ കുറിച്ച് ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്. ലൈക്ക് നമ്മൾ പറഞ്ഞു എന്താണ്, നമ്മൾ പോയറ്റാന്ന് പറഞ്ഞു. അപ്പൊ അവിടെയാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. ഇനി മൂപ്പര് ഒരു നല്ല ക്രിട്ടിക്കും കൂടിയാണ്, ലിറ്റററി ക്രിട്ടിക്കും കൂടിയാണ്. ഇദ്ദേഹം എഴുതിയിട്ടുള്ള ഒരു മെയിൻ ആയിട്ടുള്ള ഒരു എന്താ പറയാ എസ്സേ ആണ് ഹാംലെറ്റ് ആൻഡ് ഹിസ് പ്രോബ്ലംസ്. കേട്ടിട്ടുണ്ടോ നിങ്ങള്? കേട്ടിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്തിരിക്കുക. ഹാംലെറ്റ് ആൻഡ് ഹിസ് പ്രോബ്ലംസ് എന്ന് പറയുന്നത് ആരതാണ്? നമ്മുടെ TS Eliotന്റേതാണ്. അതിൽ അയാൾ ഒരു വാക്ക് കൊണ്ടുവരുന്നുണ്ട്, ഒരു വാക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഏതാത്? ഒബ്ജക്റ്റീവ് കോറിലേറ്റീവ്. കേട്ടിട്ടുണ്ടോ? പഠിച്ചല്ലേ? അതെ, പി ജിക്ക് പഠിച്ചത് നമ്മളായിരുന്നു. ഇതാണ് ഒരു മേജർ ആയിട്ട് നമ്മൾ പരീക്ഷയ്ക്ക് കാണുന്ന ഒരു ടേമാണ് ഒബ്ജക്റ്റീവ് കോറിലേറ്റീവ് എന്ന് പറഞ്ഞാൽ. ഈ ഒബ്ജക്റ്റീവ് കോറിലേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കഥയിലെ പല പല ഇവന്റുകൾ ഒരു ചെയിന് പോലെ ആക്കി നമ്മൾ ഒരു പെർട്ടിക്കുലർ ഇമോഷൻ റേസ് ചെയ്യിപ്പിക്കുകയാണ്. ഓക്കെ, അതിനാണ് എന്ത് പറയുന്നത്? ഒബ്ജക്റ്റീവ് കോറിലേറ്റീവ് എന്ന് പറയാം. ഓക്കെ, ഒരു ഈവന്റ്സ് പല പല ഈവന്റ്സ് അല്ലെങ്കിൽ പല പല സാധനങ്ങൾ അല്ലെങ്കിൽ ആളുകളൊക്കെ ഒരു ചെയിന് പോലെ അവതരിപ്പിച്ചിട്ട് നമ്മൾ ഒരു ഇമോഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഒബ്ജക്റ്റീവ് കോറിലേറ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദ ക്വസ്റ്റ്യൻ. അപ്പൊ ആ ക്വസ്റ്റ്യനും അതിന്റെ കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ എവിടേക്കോ പോയി വന്നു. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് who was described as an upstart crow beautified with our feathers. ഇങ്ങനെ ഒരാളെ കുറിച്ച് ഒരാൾ പറഞ്ഞതാണ്. ഈ അബ്സ്ട്രാക്ട് ക്രോ എന്ന് ഒരാളെ കുറിച്ച് ഒരാൾ പറഞ്ഞു. ആരാണ് ഒരാൾ? ആരെ കുറിച്ച് അങ്ങനെ പറഞ്ഞത് അറിയോ നിങ്ങൾക്ക്? ഷേക്സ്പിയർ. അതെ, നിങ്ങൾക്ക് എല്ലാവർക്കും കാര്യങ്ങൾ അറിയട്ടോ. സോ ഇറ്റ് വിൽ ബി മോർ ഈസി ആൻഡ് നൈസ് ഫോർ മീ.
അപ്പം ലൈക് അബ്സ്ട്രാക്ട് ക്രൂ എന്ന് പറഞ്ഞിട്ടുള്ളത് ആരെ കുറിച്ചാണ്? ഷേക്സ്പിയറിനെ കുറിച്ചാണ്. ആരാ പറഞ്ഞത് ഷേക്സ്പിയറിനെ കുറിച്ച് ഇങ്ങനെ? നാഷാണോ? റോബർട്ട് അല്ലടാ, റോബർട്ട് റോബർട്ട് ഗ്രീൻ ആണ് പറഞ്ഞത്. യാ. ഇനി ഇപ്പൊ നിങ്ങൾ ഈ ഓപ്ഷനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഷേക്സ്പിയർ ഒഴികെ ബാക്കി ആളുകളൊക്കെ നമുക്കറിയാം. അതിന്റെ താഴെ തന്നെ കൊടുത്തിട്ടുണ്ട് ഞാൻ. യൂണിവേഴ്സിറ്റി വിറ്റ്സ് എന്ന് പറഞ്ഞ ഒരു ടേമിലേക്ക് നമ്മൾ പോവാണ്. യൂണിവേഴ്സിറ്റി വിറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? 16th സെഞ്ചുറിയിലുള്ള കുറച്ച് പ്ലേ റൈറ്റുകളാണ് അല്ലെ. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിന്നും കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിന്നൊക്കെ എന്താണ് ഗ്രാജുവേറ്റ് പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിഗ്രി ഒക്കെ കിട്ടി വന്നിട്ടുള്ള അവിടെ നിന്നും പഠിച്ചു വളർന്ന കുറച്ച് വിവരമുള്ള ആളുകളാണ് എന്ത് നമ്മൾ പറയുന്നത് യൂണിവേഴ്സിറ്റി വിറ്റ്സ് എന്ന് പറയുന്നത്. അവരുടെ കാലഘട്ടം 16th സെഞ്ചുറി ആണ്. അതിൽ വരുന്ന ആളുകളാണ് ആരൊക്കെ? ക്രിസ്റ്റഫർ മാർലോ, റോബർട്ട് ഗ്രീൻ, ജോൺ ലെയ്ലി, തോമസ് ലോഡ്ജ്, ജോർജ് പീൽ, തോമസ് കിഡ്. ഇവരൊക്കെ എന്തിന് വരുന്നതാണ്? നമ്മളെ യൂണിവേഴ്സിറ്റി വിറ്റ്സിൽ വരുന്നതാണ്. ഓക്കെ. ഇനി ഇതില് ഈ ഒരു ആൾക്കാരില്ലേ, 6 ആൾക്കാര്, ഇതില് ഈ 2 യൂണിവേഴ്സിറ്റിന്നും 7 അല്ലാത്ത പേരല്ലേ ഒരാളുണ്ട്. ഉണ്ടാവുക? ആരറിയോ? റോബർട്ട് ഗ്രീൻ, ജോൺ ലെയ്ലി, തോമസ് ലോഡ്ജ്, ജോർജ് പീൽ, തോമസ് കിഡ്, ഒരാളും കൂടി ഉണ്ട് അല്ലേ? ഇനിയുണ്ടല്ലോ. അല്ല, യൂണിവേഴ്സിറ്റി വിറ്റ്സ് എന്ന് പറയുമ്പോ 7 പേരാണെന്നാണ് ഞങ്ങൾക്ക് പി ജിക്ക് ഉണ്ടായിരുന്നത്. അതെ അതെ, ആണാണ്. അതെ. ആ, ഇതിൽ 6 പേരേ ഉള്ളൂ അല്ലേ? അതാ ഈ ചോദിച്ചത്. ഒരാളെ ഞാൻ വിട്ടല്ലോ. നാഷാണ്. റോബർട്ട് ഗ്രീൻ. തോമസ് നാഷ് ഉണ്ടല്ലോ. തോമസ് നാഷ് ആണ്. അതെ അതെ അതെ. അത് ഞാൻ മുകളിൽ ടൈപ്പ് വിട്ടുപോയത്. സോറി ഗൈസ്. സോ തോമസ് നാഷ് ആണ് ഒരാള്. ഇനി ഈ ഈ നാഷും കൂടി ചേർത്ത 7 ആളില്ലേ? ഈ 7 ആളിൽ ഒരാള് യൂണിവേഴ്സിറ്റി പഠിച്ച ആളല്ല. അതാരാ? ഷേക്സ്പിയറോ? പേരില്ലല്ലോ. അല്ലടാ മക്കളെ, അതാണ്. ഈ 7 ആളെന്നെ കിഡാണ്. കിഡാണ്. അല്ല. മാർലോ. നാഷാണോ? മാർലോ, ക്രിസ്റ്റഫർ മാർലോ. ഓക്കെ. ക്രിസ്റ്റഫർ മാർലോ ഓക്സ്ഫോർഡിലും കാംബ്രിഡ്ജിലും പഠിച്ചിട്ടില്ല. ബട്ട് ഹീസ് ടു ലൈക്ക് അയാളെ പറയാറ് നമ്മള് യൂണിവേഴ്സിറ്റി വിറ്റ്സിൽ പറയും. ഓക്കെ. അപ്പൊ ഈ ആൾക്കാരെ പേരൊക്കെ ഒന്ന് നോക്കി വെക്കുക. ചിലപ്പോ ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ വരും. ചിലപ്പോ ഇതിലൊന്നും ഇല്ലാത്ത ഒരാളെ കൊടുത്തിട്ട് അതിൽ യൂണിവേഴ്സിറ്റി വിറ്റ്സിൽ ഇല്ലാത്ത ആരാന്ന് ചോദിക്കും. ചിലപ്പോൾ വേറെ കുറച്ച് ആൾക്കാർ അല്ലെങ്കിൽ ഈ ഷേക്സ്പിയറിന്റെയും ഒരു കീറ്റ്സിന്റെ ഒക്കെ ഇടയിലിട്ടിട്ട് അതിൽ ഒരു റോബർട്ട് ഗ്രീനിയോ നാഷോ ഒക്കെ കൊടുത്തിട്ട് ഇതിൽ ആരാണ് ഒരാള് യൂണിവേഴ്സിറ്റി വിറ്റ്സ് ചോദിക്കുക. അപ്പൊ അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി എഴുതാം. ഓക്കെ ഗൈസ്. പിന്നെ നമുക്ക് അറിയാം ഇതൊരു പൊടിതട്ടൽ പരിപാടി മാത്രമാണ്. ഓക്കെ. ദ പിറ്റി ഓഫ് വാർ ഇസ് എ ഫ്രേസ് അട്രിബ്യൂട്ടഡ് ബൈ. പിറ്റി ഓഫ് വാർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഫ്രേസ് ആട്രിബ്യൂട്ട് ഒരു എസ്സേയിലുള്ള ഒരു ചെറിയ വരിയാണ്. ഇത് ആദ്യമായിട്ട് കൊണ്ടുവന്നത് ആരാണ്? യാ, വിൽഫ്രഡ് ഓവൻ ആണ്. വിൽഫ്രഡ് ഓവൻ. ഓക്കെ, വിൽഫ്രഡ് ഓവൻ ആണ്. ഇയാള് എന്ന് പറയുന്നത് എന്താണ്? ഈസ് ദ ഇംഗ്ലീഷ് പോയിറ്റ് ഓഫ് ദ ഫസ്റ്റ് വേൾഡ് വാർ ടൈം. വേൾഡ് വാർ ടൈമിലാണ് അധികം ഇദ്ദേഹത്തിന്റെ പോയം ഒക്കെ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പോയംസ് എല്ലാം തന്നെ എന്താണ്? ഓക്കെ. അതുകൊണ്ട് തന്നെ ഇയാളുടെ പോയിന്റ്സ് അധികവും ഭയങ്കര വേൾഡ് വാറിന്റെ ദുഃഖവും അല്ലെങ്കിൽ അതിന്റെ ഒരു നാഷണാലിറ്റി ഫീലിങ്ങും അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ പറയുന്നതായിരുന്നു. സോ അദ്ദേഹത്തിന്റെ മേജർ വർക്ക്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇൻസെൻസിബിലിറ്റി, ആന്തം ഓഫ് ദ ഡൂംഡ് യൂത്ത്, ഫ്യൂട്ടിലിറ്റി, സ്പ്രിംഗ് ഒഫെൻസീവ്, ഇതൊക്കെ അദ്ദേഹത്തിന്റെ വർക്ക്സ് ആണ്. ഓക്കെ. അപ്പം ഇത് എഴുതിയെടുക്കാം. പിന്നെ നമ്മൾ പറഞ്ഞ ആൾക്കാരാണ് കാർലിയും ഒക്കെ. പിന്നെ WHO ഉടനെയൊക്കെ നമ്മൾ വരും ഇതിലേക്ക്. നെക്സ്റ്റ് expression. Okay. Long John Silver is an anti-hero who appears in ലോങ് ജോൺ സിൽവർ ഒരു ആന്റഗോണിസ്റ്റ് ആണ്. അയാൾ ഏത് കഥയിൽ വരുന്ന ആളാണെന്നറിയോ? ഹലോ ഗൈസ്, ആർ യു ദേർ? യെസ്, അറിയില്ല. അറിയില്ല. ദ ട്രഷർ ഐലൻഡ്. ഇത് നമ്മൾ പഠിച്ചിട്ടൊന്നുമില്ല ഇവിടെ. ബട്ട് ലൈക്ക് ട്രഷർ ഐലൻഡ് റോബർട്ട് ലൂയിസ് സ്റ്റീവൻസന്റെ വർക്കാണ്. ഒരു അഡ്വഞ്ചറസ് നോവൽ ആണ് കേട്ടോ.
ട്രഷർ ഐലൻഡ്സ് എന്നൊക്കെ പറയുന്നത്. ഇതിലെ കുറച്ച് ക്യാരക്ടർ, പിന്നെ നിങ്ങൾക്ക് ചോദിക്കാറുണ്ട് ക്യാരക്ടറിനെ തന്നിട്ടും ഇവർ ഏത് കഥയിലാണ് അല്ലെങ്കിൽ ഇവർ ഏത് ഓതറിന്റെ വർക്കിലുള്ളതെന്നൊക്കെ ചോദിക്കാറുണ്ട്. സോ ലോങ് ജോൺ സിൽവർ എന്ന് പറയുന്നത് ഒരു ആന്റഗോണിസ്റ്റ് ആണ് ട്രഷർ ഐലൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള അഡ്വഞ്ചറസ് നോവലിൽ നിന്നാണ്. അപ്പൊ ഈ നോവൽ എഴുതിയിട്ടുള്ളത് റോബർട്ട് ലൂയിസ് സ്റ്റിവൻസൺ ആണ്. ഇതിലെ കുറച്ച് ക്യാരക്ടേഴ്സ് ആണ് ജിം ഹോക്കിൻസ്, ബില്ലി ബോൺസ്, ബ്ലാക്ക് ഡോഗ്. ഇതൊക്കെ ഇതിലുള്ള ക്യാരക്ടേഴ്സ് ആണ്, നമ്മുടെ ട്രഷർ ഐലൻഡിലുള്ള ക്യാരക്ടേഴ്സ് ആണ്. ഓക്കെ, ഇനി അടുത്തതാണ് ദ ഫാദർ ഓഫ് എലിസബത്ത് ഫസ്റ്റ്. ദ ഫാദർ ഓഫ് എലിസബത്ത് ഫസ്റ്റ്. ക്യൂൻ എലിസബത്തിന്റെ ഫാദർ ആരായിരുന്നു? ഹെൻറി സെവൻ ആണോ? ആരാണ്? ഹെൻറി സെവൻ ആണോ? ഹെൻറി എയ്റ്റ്. ആ ആ ഹെൻറി എയ്റ്റ് ആണ് ആരുടെ ഫാദർ? എലിസബത്തിന്റെ ഫാദർ. ഇവിടെ ഞാനൊരു ട്യൂഡർ ഡൈനാസ്റ്റി എന്ന് പറഞ്ഞിട്ട് ഒരു ഇത് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാനില്ലേ? ഞാൻ ഷെയർ ചെയ്യുന്ന സ്ക്രീൻ കാണണ്ടല്ലോ അല്ലെ? ഓക്കെ, ഞാൻ ആ ധൈര്യത്തിലാണ് ഇങ്ങനെ ആൻസർ പറയണ്ടല്ലോ വെച്ചിട്ട് ഞങ്ങൾ മിണ്ടാതിരിക്കണതാ. ഓ ഗൈസ്, യു ആർ ദസ്. ഓക്കെ, ലൈക് ഇത് ഞാൻ വെറുതെ ഇങ്ങനെ കൊടുത്തതാ. ഇതിൽ പല പല ആൾക്കാരും ഈ ഒരു ലീനിയേജിൽ വരുന്നുണ്ട്. നേരിട്ട് ഹെൻറി സെവൻ കഴിഞ്ഞ എലിസബത്ത് ഫസ്റ്റ് ഒന്നും അല്ല. ഒരു എഡ്വേർഡ് ഒക്കെ വരുന്നുണ്ട്. പക്ഷെ ഈ അച്ഛനും മോളും ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കൊടുത്താണ് കേട്ടോ. അപ്പം ഇതാണ് ഇവര് ഒരു ഏകദേശ ലീനിയേജ് എന്ന് പറഞ്ഞാല്. ഹെൻറി സിക്സ്ത്, അത് കഴിഞ്ഞ ഹെൻറി സെവൻ, ഭരിച്ചത് ഇവരൊക്കെയാണ് മെയിൻ ആയിട്ട്. ഇവര് ട്യൂഡർ ഡൈനാസ്റ്റി എന്നാണ് പറയാ. ഓക്കെ, ആംഗ്ലിക്കാനിസം ആയിരുന്നു ഇവരുടെ മതം. ഹെൻറി എയ്ത്തിന്റെയും എലിസബത്ത് ഫസ്റ്റിന്റെ ഒക്കെ. ഈ എലിസബത്തിന്റെ പീരീഡിനെ എന്താ അറിയപ്പെടാറ് പൊതുവെ? എലിസബത്തിന്റെ പീരീഡ് എങ്ങനെയാ അറിയപ്പെടുക? റൊമാൻറ്റിക് പീരീഡ് ആണോ? റൊമാൻറ്റിക്കാ? അല്ല അല്ല, എലിസബത്തിന്റെ പേര് ഞാൻ പറഞ്ഞത്. അയ്യോ, ഭയങ്കര എല്ലാത്തിനും ഇമ്പോർട്ടൻസ് കൊടുത്തൊരു കാലാണ് അത്. ഭയങ്കര ആട്രിബ്യൂട്ട് ചെയ്താണ്. വരട്ടെ, അതന്നെ ഗോൾഡൻ ഏജ്. ഗോൾഡൻ ഏജ്, ഗോൾഡൻ ഏജ്. അതെ അതെ, ഗോൾഡൻ ഏജ്. കാലാണ്. അതെ, ഗോൾഡൻ ഏജ് എന്നാണ് ആരെ എലിസബത്തിന്റെ പീരീഡ് അറിയപ്പെടുന്നത്. അപ്പൊ നേരത്തെ നമ്മളെ ഫ്രണ്ട് പറഞ്ഞു എന്താ എല്ലാത്തിലും ഭയങ്കര എന്താ പറയാ, മിലിറ്ററി ആണെങ്കിലും അല്ലെങ്കിൽ അവരുടെ നേവി ആണെങ്കിലും അവിടെ ഉള്ള എല്ലാ സംഭവങ്ങളും, ഇപ്പൊ പോയട്രി ആണെങ്കിലും ഒക്കെ ഏറ്റവും അടിപൊളിയായി നിന്നിരുന്ന ഒരു കാലഘട്ടമാണ് ആരുടെ? എലിസബത്ത് ഫസ്റ്റിന്റെ പീരീഡ്. ഓക്കെ, നമ്മളെ ഷേക്സ്പിയർ ഒക്കെ കുറെ വർക്കുകളൊക്കെ എഴുതുന്നത് എലിസബത്തിന്റെ പീരീഡ് ആണ്. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ജക്കോബിയൻ പീരീഡിലും അയാൾ എഴുതുന്നുണ്ട്. ഓക്കെ, ജക്കോബിയൻ പീരീഡ് ഭരിച്ചിരുന്ന രാജാവ് ആരാ? അല്ല, ജേക്കബ് അല്ല, ജെയിംസ്. യാ, ജെയിംസ് ആണ്. ജെയിംസ് അല്ല, ജെയിംസ് ഫസ്റ്റ്. ജെയിംസ് സെക്കൻഡ് പിന്നല്ല വരുന്നേ. ജെയിംസ് ഫസ്റ്റ്, അത് കഴിഞ്ഞിട്ട് ചാൾസ് ഫസ്റ്റ്, അത് കഴിഞ്ഞിട്ട് ചാൾസ് സെക്കൻഡ്, അത് കഴിഞ്ഞിട്ടാണ് ജെയിംസ് സെക്കൻഡ് വരുന്നത് അല്ലേ? അതെ. സോ ജെയിംസ് ഫസ്റ്റ് ആണ് ജേക്കബ്. അത് നമുക്കറിയില്ല, അത് എനിക്കറിയില്ല. ഇപ്പത്തെ ചാൾസിനെ പറ്റി വിവരമില്ല. ജെയിംസ് ഫസ്റ്റ് ഇല്ലടാ, അതൊന്നും ചോദിക്കില്ല. അങ്ങനത്തെ ചോദ്യം വരൂലെന്നോ? അതൊന്ന് നോക്കാം നമുക്ക് കേട്ടോ. എനിക്കറിയാത്ത നോക്കിയിട്ടൊന്ന് പറയാം. അതെ, ഓക്കെ, നമ്മൾ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുമ്പോഴേ ഇപ്പൊ ഈ 2020യിലും അതുപോലെ അതിനുശേഷം ഇപ്പൊ ഈ 2000 തന്നെ ഇപ്പൊ ലേറ്റ് ഇപ്പോഴത്തെ കറന്റ് ആയിട്ടുള്ള ബുക്സിനെ കുറിച്ചൊക്കെ ചോദ്യങ്ങൾ വരുന്നുണ്ടോ? കറന്റ് ആയിട്ടുള്ള ബുക്സിനെ കുറിച്ച് ക്വസ്റ്റ്യൻസ് വന്ന് കണ്ടില്ല. പക്ഷെ ഈ മറ്റേ നമ്മളെ എന്താണ് നോബൽ പ്രൈസ് അങ്ങനത്തെ ഒക്കെ ചോദ്യം കണ്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുമായി തന്നെ എന്താണ് നമ്മളെ സൽമാൻ റുഷ്ദീന്റെ ഒരു റീസെന്റ് ആയിട്ട് ഇറങ്ങിയ പുസ്തകം ഏതാണ്, അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആണോ? അല്ലടാ, അത് കുറച്ച് പഴയതാ. 1989 ലൈക് കുറച്ച് മുന്നേ എഴുതിയതാണ്. വേറൊരു സംഭവം ഇതിൽ ഇൻക്ലൂഡഡ് ആണ് തോന്നുന്നുണ്ട്. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരേണ്ടത്. അയ്യോ, വിക്ടറീസോ ലൈക് എന്തോ വി വെച്ചിട്ടൊരു സംഭവമാണ്. വരുന്നില്ല, നോക്കട്ടെ, കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോ ഓർമ്മ വരും. അപ്പൊ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. എന്താണ്? വിക്ടറി സിറ്റി അല്ലേ? വിക്ടറി സിറ്റി. ഗൈസ്, വിക്ടറി സിറ്റി. ഓക്കെ, പിന്നെ അടുത്തിടയ്ക്ക് പോട്ടെന്നാ. യെസ്. ഓക്കെ,
പിന്നെ വരുന്ന ഒരു അടുത്ത ക്വസ്റ്റൻ ആണ് ദ മഡ് സ്റ്റോൺസ് ഇൻ ഡേവിഡ് കോപ്പർഫീൽഡ് ആർ. മഡ് സ്റ്റോൺസ് എന്ന് പറയുന്നത് രണ്ടാളുകളെയാണ് പറയുന്നത്. അവര് ആരാണ്, അവരുടെ റിലേഷൻ എന്താണെന്നാണ് ചോദിക്കുന്നത്. ബ്രദർ ആൻഡ് സിസ്റ്റർ, ഹസ്ബൻഡ് ആൻഡ് വൈഫ്, ഫാദർ ആൻഡ് സൺ, ഫാദർ ആൻഡ് ഡോട്ടർ. ദ മഡ് സ്റ്റോൺസ് അറിയോ, കേട്ടിട്ടുണ്ടോ നിങ്ങള് ഡേവിഡ് കോപ്പർഫീൽഡ്? നോവല് കേട്ടിട്ടുണ്ട്. ആ, അപ്പൊ അതിലുള്ള ക്യാരക്ടേഴ്സ് ആണ് മഡ് സ്റ്റോൺസ്. അവര് ഹസ്ബൻഡും വൈഫും ആണ് കേട്ടോ. ഓക്കെ, ഹസ്ബൻഡും വൈഫും ആണ് അവര്. ഈ ഡേവിഡ് കോപ്പർഫീൽഡ് എന്ന് പറഞ്ഞിട്ടുള്ള നോവല് ഒരു എപ്പോണിമസ് നോവലാണ്. എപ്പോണിമസ്, അതിന്റെ സ്പെല്ലിംഗ് കൂടെ കൊടുത്തിട്ടുണ്ട്. എപ്പോണിമസ് നോവൽ എന്താ അറിയോ നിങ്ങൾക്ക്? ആള് മരിച്ചതിന്റെ ശരിയാണോ, അല്ല പബ്ലിഷ് ചെയ്താണോ? അല്ലടാ, അല്ലല്ല. മുപ്പരുടെ ആത്മകഥ അത് വരുന്നതാ? ആ, ആത്മകഥ എന്നല്ല, ഒരാളെ പേരില്, ഒരാളുടെ അല്ലെങ്കിൽ ഒരു സിറ്റിന്റെ, ഒരു തിങ്ങിന്റെ ഒക്കെ പേരില് ഒരു നോവൽ, ആ ആളുടെ പേര് നോവലിന് കൊടുക്കാം. അതിനെയാണ് നമ്മൾ എപ്പോണിമസ് എന്ന് പറയാം. ഈ മെയിൻ ഓക്കെ, ക്യാരക്ടറിന്റെ അങ്ങനെയാണോ? അതെ. മെയിൻ ക്യാരക്ടറിന്റെ എങ്ങനെ പോലെ അന്ന കരീന. എന്ന കരീന, ഡേവിഡ് കോപ്പർഫീൽഡ്. അതേമാതിരി തന്നെ വേറെ ഉണ്ട്, ഹെൻറി ഫീൽഡിങ്ങിന്റെ കുറച്ച് നോവലുകളുണ്ട്. ഹെൻറി ഫീൽഡിങ്ങിന്റെ ജോസഫ് ആൻഡ്രൂ. അതെ, ജോസഫ് ആൻഡ്രൂസ്, അതൊക്കെ ഇതിൽ വരുന്നതാണ്. സോ അതിനെയാണ് നമ്മൾ എന്ത് പറയാ, എപ്പോണിമസ് നോവൽസ് എന്ന് പറയാ. പിന്നെ എന്താണ്, ഡേവിഡ് കോപ്പർഫീൽഡ് എഴുതിയിട്ടുള്ളത് ചാൾസ് ഡിക്കൻസ് ആണ് കേട്ടോ. ചാൾസ് ഡിക്കൻസിന്റെ നോവലാണ് ഡേവിഡ് കോപ്പർഫീൽഡ് എന്ന് പറഞ്ഞാൽ. അത് ഓട്ടോബയോഗ്രഫിക്കൽ ആണ് ചെറിയ തോതിൽ എന്നൊക്കെ പറയുന്നുണ്ട്. ബട്ട് ലൈക്ക് ഓക്കെ, അതൊന്നും നമ്മൾ പോകേണ്ട ആവശ്യമില്ല. സോ ഈ സ്റ്റോറി ഫോളോസ് ദ ലൈഫ് ഓഫ് ഇവന്റെ ചൈൽഡ്ഹുഡ് മുതൽ മെച്യൂരിറ്റി ലെവൽ വരെ ഇവരെങ്ങനെയാണ് ആ ജീവിതം നയിക്കുന്നത് എന്നുള്ള ഇതാണ് എന്തിൽ പറയുന്നത്, ഡേവിഡ് കോപ്പർഫീൽഡിൽ പറയുന്നത്. പിന്നെ മഡ് സ്റ്റോൺസിനെ കുറിച്ച് പറഞ്ഞു, എഡ്വേർഡ് മഡ് സ്റ്റോണും അയാളുടെ വൈഫും. അതാണ് മഡ് സ്റ്റോൺസ് എന്ന് പറയുന്നത് ഈ ഒരു നോവലില്. ഓക്കെ, എഡ്വേർഡ് മഡ് സ്റ്റോൺ ആൻഡ് ഹിസ് വൈഫ് ആർ ദ മഡ് സ്റ്റോൺസ് ഇൻ ദ നോവൽ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, അടുത്തത് 9ാമത്തെ ക്വസ്റ്റ്യൻ ആയി. ഓക്കെ, അടുത്തത് ഒരു ലിറ്റററി ക്രിറ്റിസിസത്തിന്റെ ക്വസ്റ്റ്യൻ ആണ്. അല്ലെങ്കിൽ അതെ, അപ്പൊ ഇത് നിങ്ങൾക്ക് വായിച്ചാൽ അറിയണ്ടോ, അപ്പൊ നമ്മള് PGക്ക് പഠിച്ച കാര്യങ്ങളാണ്. അരിസ്റ്റോട്ടിൽസ് ഡെഫിനിഷൻ ആൻഡ് ഇമിറ്റേഷൻ ഓഫ് ആൻ ആക്ഷൻ ദാറ്റ് ഇസ് സീരിയസ്, കംപ്ലീറ്റ് ആൻഡ് ഓഫ് എ സർട്ടൻ മാഗ്നിറ്റ്യൂഡ്. ഇനിയുണ്ട് അത് കുറച്ചും കൂടി. റെഫേഴ്സ് ടു വാട്ട്? ട്രാജഡിനെ കുറിച്ചാണ് പറയുന്നത് അല്ലെ. എന്താണ് അരിസ്റ്റോട്ടില് ലൈക്ക് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ജാണർ അല്ലെങ്കിൽ ആർട്ട് ഫോം എന്നൊക്കെ പറഞ്ഞത് എന്തിനാണ്? ഈ ട്രാജഡീനെയാണ് അതല്ലേ പിറ്റി ആൻഡ് ഫിയറിന്റെ ഒക്കെ അതാണോ? അതന്നെ അതേ ഇതാണ് ഇത് വരുന്നത്. ഇതിനാണ് ഇതിന്റെ ബാക്കിയാണ് വരുന്നത്. കുറച്ചുകൂടി ഉണ്ട്. അതെ പിറ്റി ആൻഡ് ഫിയർ വരുന്നത്. ഇമിറ്റേഷൻ ഓഫ് ആൻ ആക്ഷൻ, ഇമിറ്റേഷൻ ഓഫ് ആൻ ആക്ഷൻ ദാറ്റ് ഇസ് സീരിയസ്, കംപ്ലീറ്റ് ആൻഡ് ഓഫ് എ സർട്ടൻ മാഗ്നിറ്റ്യൂഡ്. പിന്നെയുണ്ട് കുറച്ചും കൂടി, that creates pity and fear എന്നാണ് ലാസ്റ്റ്. അതെ, അപ്പം അങ്ങനെയാണ് അത് വരുന്നത്. അപ്പം ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ട്രാജഡിയാണ് ഏറ്റവും ബെസ്റ്റ് ഫോം ഓഫ് ദ ആർട്ട്. അങ്ങനെയൊക്കെ ട്രാജഡിയിലാണ് മൂപ്പര് വിശ്വസിച്ചിട്ടുണ്ടായിരുന്നത്. ട്രാജഡിക്ക് 6 elements ഉണ്ട് എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അതൊന്ന് പ്ലോട്ട് ആണ്, ക്യാരക്ടർ, ഡിക്ഷൻ, തോട്ട്, സ്പെക്ടക്കിൾ ആൻഡ് സോങ്. ഇതാണ് 6 elements ഓഫ് നല്ലൊരു ട്രാജഡിക്ക് ഇത്രയും 6 elements ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അയാൾ. ഓക്കെ, പിന്നെ പറയുന്ന ഒരു ഇതാണ്, ഇപ്പൊ നമ്മൾ പറഞ്ഞു പിറ്റി ആൻഡ് ഫിയർ. അവിടുന്ന് വരുന്ന സാധനം കഥാരിസിസ്. വാട്ട് ഇസ് കഥാരിസിസ്? ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പർഗേഷൻ അല്ലേ? പർഗേഷൻ ഓഫ് ദ ഇമോഷൻ. അതെ, പ്യൂരിഫിക്കേഷൻ ഓഫ് ദ ഇമോഷൻ. എന്താണ്? അല്ല, അമീൻ സാർ ഇടയ്ക്കിടയ്ക്ക് ഇപ്പൊ വെരി ലാസ്റ്റ് വർക്കിംഗ് ഡേ അല്ല, അത് ഞാൻ വരാത്ത സാർ. ഇപ്പൊ ലാസ്റ്റ് ഡേയിൽ അടക്കം പറഞ്ഞിരുന്നു സാർ കഥാസിസ് ഒക്കെ നമ്മൾ ക്ലാസ് നമ്മളിങ്ങനെ കഥാസിസ് നടത്തിക്കൊണ്ടിരിക്കണം. അതെ. അപ്പൊ അതാണ് പർഗേഷൻ അല്ലെങ്കിൽ പ്യൂരിഫിക്കേഷൻ ഓഫ് ദ ഇമോഷൻ. അതിനെയാണ് നമ്മൾ എന്ത് പറയാ, കഥാരസിസ് എന്ന് പറയാ. അതാണ് ഒരു നല്ല ആർട്ടിന്റെ ഇത് എന്നാണ്. ആളുകളെ ലൈക് പ്യൂരിഫൈ, അവരുടെ ഇമോഷൻസിനും പ്യൂരിഫൈ ചെയ്യാൻ സഹായിക്കണം ഒരു ഗുഡ് ആർട്ട് എന്നാണ് ആര് പറഞ്ഞിട്ടുള്ളത്? അരിസ്റ്റോട്ടിലൊക്കെ പറഞ്ഞിട്ടുള്ളത്. എപ്പോഴും മുപ്പരത് അങ്ങനെയാണ്. എന്തെങ്കിലും ഒരു
ഈ ലൈക്ക് ഒരാവശ്യം സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റണം എന്നുള്ള മാതിരിയാണ് അരിസ്റ്റോട്ടലിന്റെ ഒക്കെ ഒരിത്. പിന്നെ ഹമേഴ്ഷ്യ നിങ്ങൾക്ക് അറിയണ്ടായിരിക്കും. അറിയാം. ട്രാജിക് ഫ്ലോ. ആ മിസ്റ്റേക്സ് ഒരു ക്യാരക്ടർ അതിന്റെ ഹീറോയുടെ ഒരു ആൾക്ക് മിസ്റ്റേക്സ് സംഭവിക്കുന്ന എന്തെങ്കിലും മിസ്റ്റേക്സ് അല്ലേ ട്രാജിക്. ഇപ്പൊ അതെ ഹാംലെറ്റിനാണെന്നുണ്ടെങ്കിൽ പ്രൊക്കാസ്റ്റിനേഷൻ ആണ്. അങ്ങനെ ഓരോരുത്തർക്കും എല്ലാ അതെ ക്യാരക്ടേഴ്സും ഉണ്ടാവും. അതന്നെ. ഹാംലെറ്റിനാണെങ്കിൽ പ്രൊക്രാസ്റ്റിനേഷൻ ആണ്. മാക്ബത്തിനാണെങ്കിൽ വോൾട്ടിംഗ് അംബീഷൻ ആണ്. വോൾട്ടിംഗ് അംബീഷൻ അല്ലെങ്കിൽ ചില സമയത്ത് അതിനെ ഹ്യൂബ്രിസ് എന്നൊക്കെ പറയാറുണ്ട്. എക്സസീവ് പ്രൈഡ് ഇൻ വൺ സെൽഫ്. ഈ ഹ്യൂബ്രിസിന്റെ ഒന്ന് നോക്കിയേക്കണേ. അത് കഴിഞ്ഞൊരു പേപ്പറിൽ കണ്ടാണ് ഹ്യൂബ്രിസ്. എക്സസ് പ്രൈഡ് ഇൻ വൺ സെൽഫ്. ഞാൻ എന്ന ഒരു ഭയങ്കര അങ്ങനെ ഒരു വിചാരം ഉണ്ടാവുന്നതിനെയാണ് നമ്മൾ ഹ്യൂബ്രിസ് എന്ന് പറയാറുള്ളത്. സോ അതും ഒരു ഹമേഴ്ഷ്യയിൽ പല സ്ഥലത്തും വരാറുണ്ട്. വോൾട്ടിംഗ് അംബീഷൻ ആണ് നമ്മളെ മാക്ബത്തിൻ്റെത്. പിന്നെ ഹാംലെറ്റിന് ഇപ്പൊ നിങ്ങൾ പറഞ്ഞു ഇതൊക്കെ തന്നെയാണ്. ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കാറുള്ളത് പറ്റി. ഓക്കെ, ഇപ്പൊ പുതിയതിനെ കുറിച്ച് പറഞ്ഞു. പുതിയതൊന്നും അല്ല കേട്ടോ, പക്ഷെ എന്നാലും ഇപ്പൊ കുറച്ചായി ഡിസ്കസ് ചെയ്ത് വരുന്ന ഒരു ഇതാണിത്. ഇതിന്റെ ആൻസർ ഞാൻ ഇവിടെ തന്നെ കൊടുത്തോ. ഓക്കെ, ലൈക്ക് ഗംഗാജി ഇസ് എ ക്യാരക്ടർ ഇൻ ഗംഗാജി ഇസ് അല്ലടാ, കൂലിയല്ല. അൺടച്ചബിൾ ആണോ? അൺടച്ചബിൾ ആണോ? മിഡ് നൈറ്റ് അല്ല, ചിൽഡ്രൻ ആണോ? ഇത് ഒന്നല്ല. ദ ഗ്രേറ്റ് ഇന്ത്യൻ നോവൽ. ദ ഗ്രേറ്റ് ഇന്ത്യൻ നോവലിലുള്ള ഒരു ക്യാരക്ടറാണ് ഗംഗാജി. ഗ്രേറ്റ് ഇന്ത്യൻ നോവലിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ല, അത് വെച്ച് ബാക്കി മൂന്നും പഠിച്ചിട്ടുണ്ട്. അറിയാം. മൂന്നെണ്ണം അറിയാം അല്ലെ? എന്നാ അറിയാം. പിന്നെ അതിനെ കുറിച്ച് മാത്രം പറഞ്ഞാൽ മതിയല്ലോ അല്ലെ? ദ ഗ്രേറ്റ് ഇന്ത്യൻ നോവൽ. ഗ്രേറ്റ് ഇന്ത്യൻ നോവൽ എഴുതിയിട്ടുള്ളത് ശശി തരൂരാണ്. ആരും ഒരാള് മൈക്ക് ഒരു കുട്ടി വെച്ചിട്ടുണ്ടാക്കുന്നത് അതൊന്ന് മൈക്ക് ഓഫ് ആക്കിയാല് വലിയ കാര്യമായിരുന്നു. ഓക്കെ, താങ്ക് യു. ഓക്കെ, ദ ഗ്രേറ്റ് ഇന്ത്യൻ നോവൽ. ഓക്കെ, ഗ്രേറ്റ് ഇന്ത്യൻ നോവൽ എഴുതിയത് ശശി തരൂരാണ്. ഓക്കെ, ശശി തരൂരിന്റെ നോവലാണ് ഗ്രേറ്റ് ഇന്ത്യൻ നോവൽ എന്ന് പറയുന്നത്. അത് എഴുതിയിട്ടുള്ളത് 1989 ഇന്നത് ഭയങ്കര ഫേമസ് ആയിട്ട് ഇപ്പൊ ഒരു 3 കൊല്ലം മുന്നേക്കെ നമ്മൾ സാധാരണക്കാരനൊന്ന് വായിക്കാം എന്നുള്ള രീതിയിൽ ആളുകൾ എടുക്കാൻ തുടങ്ങിയത് അങ്ങനെയാന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ നമ്മുടെ സിലബസിലൊന്നും വരാറില്ല ശശി തരൂരിന്റെ പൊതുവെ. കാരണം നമ്മൾ അവിടെ എത്താത്തത് കൊണ്ടാണോ എന്താണെന്ന് അറിയില്ല. പക്ഷെ നല്ലൊരു ബുക്കാണ് കേട്ടോ അത്. ശശി തരൂരിന്റെ ഗ്രേറ്റ് ഇന്ത്യൻ നോവൽ എന്ന് പറയുന്നത് അതെങ്ങനെയാ വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ നമ്മൾ എന്താ പറയാ എപ്പിക് ആയിട്ടുള്ള മഹാഭാരതത്തിലുള്ള ക്യാരക്ടേഴ്സുമായിട്ട് ഇന്ത്യൻ പൊളിറ്റിക്സിന്റെ ഒരു കമ്പാരിസൺ ആണ്. അതാണ് ഗംഗാജി എന്നൊക്കെ പറയുന്നത്. ലൈക് ഗാന്ധിജീന്റെയും അതുപോലെ ഭീഷ്മരുടെയും കുറെ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ഒരാളാണ് ഗംഗാജി. ലൈക് ഗംഗാദത്ത് എന്നൊക്കെയാണ് അയാൾ പറയുന്നത്. ഓക്കെ, ഭീഷ്മര് ഗംഗ എന്ന് പറഞ്ഞ നദിയുടെ മകനാണ് ഭീഷ്മര് എന്നാണ് ഉദ്ദേശിക്കുന്നത്. സോ ലൈക്ക് ആ ക്യാരക്ടറിനെയും അതുപോലെ തന്നെ നമ്മളെ ഗാന്ധിജീനെയും കൂടി കമ്പയർ ചെയ്തൊരു വേർഷനാണ് ഈ ഗംഗാജി അല്ലെങ്കിൽ ഗംഗാദത്ത എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടർ. അതുപോലെ തന്നെ എന്താണ് ശരിക്കും മഹാഭാരതത്തിൽ ഇന്ത്യൻ പൊളിറ്റിക്സ് കയറി വന്ന ഒരു സാമ്പാറാണ് എന്ത് നമ്മളെ ഗ്രേറ്റ് ഇന്ത്യൻ നോവൽ എന്ന് വേണമെങ്കിൽ പറയാം. അതിലെ കുറച്ച് ക്യാരക്ടേഴ്സിന്റെ പേര് ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഗംഗാദത്താണ്. ഗംഗാദത്ത ഈ ഒരു ഭീഷ്മരത്. പിന്നെ വേദവ്യാസം എന്ന് പറയുന്ന ഈ കഥ എഴുതുന്ന ആളാണ് വേദവ്യാസ. ഗണപതി കഥ എഴുതി കൊടുക്കുകയാണ്. ഈ ഒരു ഗ്രേറ്റ് ഇന്ത്യൻ നോവൽ എഴുതി കൊടുക്കുന്നത് ഗണപതിയാണ്. പിന്നെ ലേഡി ഗോർജീന, ദ്രുപദ്, അതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് മഹാഭാരതവുമായിട്ട് റിലേറ്റ് ചെയ്ത മാതിരി നമുക്ക് തോന്നും. ഈ ഗോർജീനന്റെ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ്രൗപദീന്റെ ഒരു ഇതാണ് വരുന്നത്. പിന്നെ പാണ്ഡു, ധൃതരാഷ്ട്ര, അവരൊക്കെ ഇതിൽ വരുന്നുണ്ട് ഈ ഗ്രേറ്റ് ഇന്ത്യൻ നോവൽ വരുന്നത്. ശരിക്കും അത് ഇന്ത്യൻ പൊളിറ്റിക്സും മറ്റേതും കൂടി മിശ്രിതാക്കിയ ഒരു സാധനമാണതെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. 1989 അത് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. പിന്നെ മിഡ് നൈറ്റ് ചിൽഡ്രനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ ഞാൻ അധികം ഇതിനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. അതിന്റെ വർഷം എന്ന് പറഞ്ഞാൽ 1981 ആണ് കേട്ടോ. അതിലെ പ്രൊട്ടഗോണിസ്റ്റ് ആരാണ്? Who is the protagonist of Midnight Children? ഹലോ, പോയോ? കറക്റ്റ് ആണോന്ന് അറിയില്ല. സലീം അങ്ങനെ എന്തോ ആണ്. ആടെ അതിന് കൊടുത്തിട്ടുണ്ട് സലീം സിനായി. അതന്നെ. സലീം സിനായി. യാ, ശരിയാണ്. സലീം സിനായി ആണ് ഇതിന്റെ പ്രൊട്ടഗോണിസ്റ്റ്. ലൈക്ക് ഒരാളെ നമുക്ക് പ്രൊട്ടഗോണിസ്റ്റ് എന്ന് പറയാം. പോസ്റ്റ് കൊളോണിയൽ എന്ന് പറയാം.
പോസ്റ്റ് കൊളോണിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ശാഖയാണ്. ഈ കൊളനൈസേഷൻ അല്ലെങ്കിൽ നമ്മളെ കോളനിവൽക്കരിച്ച് അവർ പോയതിന് ശേഷമുള്ളതും മുന്നുള്ളതുമായിട്ടുള്ള എല്ലാതും പോസ്റ്റ് കൊളോണിയലാണ്. അപ്പൊ പോസ്റ്റ് കൊളോണിയൽ എന്താണെന്നുള്ള ഒരു ക്വസ്റ്റ്യൻ നമ്മളെ മുന്നിൽ ഇങ്ങനെ അല്ല ഇതിലല്ലേ വലുതായി നിൽക്കണം. ഇൻഡിപെൻഡൻസിന്റെ ഒക്കെ ആ ടൈമിലൊക്കെ കാണിക്കണേ? അതെ, ഇൻഡിപെൻഡൻസ് ആണ് വാക്ക്. നമ്മൾ പോസ്റ്റ് കൊളോണിയൽ എന്ന് പറയുന്നേക്കാളും ഇൻഡിപെൻഡൻസ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി രസമാവും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് നമുക്ക് എന്താണ് സ്വാതന്ത്ര്യം കിട്ടിയ ആ രാത്രിയിൽ ആ മിഡ് നൈറ്റിൽ ജനിച്ച കുട്ടികളുടെ ഒരു കഥയാണിത്. ലൈക്ക് അവർക്ക് കുറെ എന്താ പറയാ, ആണോ? നല്ല കാണാൻ രസമുള്ളതാണ്, പക്ഷെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണെന്നേ ഉള്ളൂ അല്ലേ? ആ രാത്രി ജനിച്ച കുറെ ക്യാരക്ടേഴ്സ് ഉണ്ട്. അപ്പം ആ രാത്രി ജനിച്ച കുറെ കുട്ടികളാണ്. അവർക്ക് എന്തിനു കുറെ സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള പവറുകൾ ഉണ്ട് അല്ലെ? അതാണ് എന്ത് മിഡ് നൈറ്റ് ചിൽഡ്രൻ എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റോറി. വേറെന്താ, അതിൽ കുറച്ച് ക്യാരക്ടേഴ്സിന്റെ നമുക്ക് ഈ ഒരു ഇത് കാണാണ്ട് എന്ത് നമ്മളെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഒരു സ്ലൈഡ്. അതിലുണ്ടായ ക്യാരക്ടേഴ്സിനെ ഇപ്പൊ ഒരു കഥ പഠിക്കുമ്പോൾ ആ ക്യാരക്ടേഴ്സിന്റെ പേരൊക്കെ ഒന്ന് പഠിക്കട്ടോ. കാരണം ഈ ക്യാരക്ടർ ഏത് കഥയിലാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ അറിയണം. പദ്മ, ശിവ, ആദമസീസ്, ജമീല, അങ്ങനെ കുറെ ആൾക്കാരെ പേര് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ ഒന്ന് നോക്കി വെക്കുക. മിഡ് നൈറ്റ് ചിൽഡ്രനിൽ പിന്നെ വരുന്ന ഒരു ഫാക്ട് ആണ് മാജിക്കൽ റിയലിസം. ഓക്കെ, മാജിക്കൽ റിയലിസം എന്ന് പറഞ്ഞൊരു തിയറി എന്തിൽ വരുന്നുണ്ട്? ഈ മിഡ് നൈറ്റ് ചിൽഡ്രനിൽ വരുന്നുണ്ട്. മാജിക്കൽ റിയലിസം എന്താ അറിയോ? കേട്ടിട്ടുണ്ടോ നമ്മളെ മാജിക്കൽ റിയലിസം? പറഞ്ഞോ. ഇല്യൂഷൻ അല്ലേ, നമ്മളിങ്ങനെ ഇമാജിൻ ചെയ്യല്ലേ ഇങ്ങനെയൊക്കെ എന്നുള്ള രീതിയില്. അതായത് നമ്മൾ എന്തോ ഒരു കാര്യം ഉള്ളതായിട്ട് ഇങ്ങനെ ഇമാജിൻ ചെയ്ത് അങ്ങനെ ഒരുതല്ലേ, അതായത് ഇല്യൂഷൻ. അതുപോലെ നമ്മൾ ഈ ഫാന്റസി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അതുപോലൊക്കെ തന്നെ റിയൽ ലൈഫിൽ അത് ആപ്ലിക്കബിൾ ആണെന്നുള്ള രീതിയിൽ കണക്കാക്കുന്ന അതാണോ? അതെ, മാജിക്കൽ റിയലിസം എന്ന് പറഞ്ഞാൽ റിയൽ ആയിട്ടുള്ള സ്റ്റോറിയാണ്. അതിൽ എന്തുണ്ട്? കുറെ മാജിക്കൽ എലിമെന്റ്സ് ഉണ്ട്. ലൈക്ക് ഇപ്പൊ എന്താ പറയാ, തവള രാജകുമാരനാവും, അല്ലെങ്കിൽ നമ്മളെ സിൻഡ്രല്ല ഇല്ലേ, സിൻഡ്രല്ല ഒരു പക്കാ മാജിക്കൽ റിയലിസ്റ്റിന്റെ എക്സാമ്പിൾ ആണ്. ഓക്കെ, ലൈക്ക് ഇങ്ങനെ എന്താ പറയാ, ഇങ്ങനെ പോകുന്ന എലി മത്തങ്ങയാവും, അല്ലെങ്കിൽ അതേപോലെ മാജിക് ഷൂസ് ആയിട്ട് മാറും നമ്മളെ ചുറ്റുള്ളത്. അങ്ങനെ അതിനൊക്കെയാണ് നമ്മൾ മാജിക്കൽ റിയലിസം എന്ന് പറയാം. റിയൽ ആയിട്ടുള്ള ഒരു സ്റ്റോറി, അതിൽ പല എന്താ പറയാ മാജിക്കൽ ഇലമെന്റ്സും വരും. പിന്നെ കൂലി അൺടച്ചബിളും മുൽക്ക് രാജാനന്ദന്റെ സ്റ്റോറികളാണ്. അപ്പൊ അതിനെ നിങ്ങൾ കൂടുതൽ സെർച്ച് ചെയ്യുക. അതിന്റെ കഥയൊക്കെ ലൈക്ക് എന്താ പറയാ, നമ്മളെ സൊസൈറ്റിയിലുള്ള അൺടച്ചബിൾ ആയിട്ടുള്ള ആളുകളെ കുറിച്ചുള്ള രണ്ടും അങ്ങനത്തെ ഒരു സ്റ്റോറിയാണ്. മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ആളുകളെ കുറിച്ചുള്ള, അപ്പൊ അതിനെ കുറിച്ച് കൂടുതൽ സെർച്ച് ചെയ്യുക. പിന്നെ സമയം ഇവിടെ ഉണ്ടോ? ഓ മൈ ഗോഡ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റൻ ആണ്, ദ ക്രിട്ടിക് ഹു ഡിക്ലെയർഡ് ദാറ്റ് എ പോയറ്റ് ഷുഡ് അക്വയർ എ സെൻസ് ഓഫ് ട്രഡീഷൻ. ഇങ്ങനെ പറഞ്ഞിട്ടുള്ള പോയറ്റ് ആരാണ്? ഡ്രൈഡൻ. അല്ല, സോറി, ക്രിട്ടിക് ആരാണ്? ക്രിട്ടിക് ആരാണെന്നാണ് ചോദ്യം. ഓക്കെ, a poet should acquire a sense of tradition. ട്രഡീഷനെ കുറിച്ച് ആരാ പറഞ്ഞിട്ടുള്ളത്? ഡ്രൈഡൻ ആ പറഞ്ഞേ? അല്ലല്ലോ. ട്രഡീഷൻ ആൻഡ് ഇൻഡിവിജ്വൽ ടാലന്റ്. ഗൈസ്, ദാറ്റ്സ് റൈറ്റ്. ടി.എസ്. എലിയറ്റ് ആണ് കേട്ടോ. അതെ, ഇലിയറ്റ് ആണ്. എന്താണ് എസ്സേന്റെ പേരെന്താ? ട്രഡീഷൻ ആൻഡ് ഇൻഡിവിജ്വൽ ടാലന്റ്. 1919 ആണ് കേട്ടോ അതിന്റെ വർഷം. അപ്പൊ അതൊക്കെ ഒന്ന് നോക്കി വെക്കുക. പിന്നെ നമ്മൾ ടി.എസ്. എലിയറ്റിനെ കുറിച്ച് പറഞ്ഞു. മൂപ്പർ എന്താണ്, ഒരു മോഡേണിസ്റ്റ് റൈറ്റർ ആണ്, പോയറ്റ് ആണ്. 20th സെഞ്ചുറി ആണ് മൂപ്പരെ കാലഘട്ടം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ മൂപ്പർക്ക് നോബൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. 1948 നോബൽ പ്രൈസ് കിട്ടിയത്. ഓക്കെ, പിന്നെ ഈ ഒരു വർക്കുകളെ കുറിച്ചൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ജസ്റ്റ് ഈ വർക്കുകൾ, അവരുടെ കൊല്ലങ്ങൾ ഇതൊക്കെ നോക്കി വെക്കുക. ഈ PDF നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ലാസ്റ്റ് ഷെയർ ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോട്ടെ? ഓക്കെ, ഇനി അതിൽ പറഞ്ഞ വേറെ കുറച്ച് ആൾക്കാരായിരുന്നു. ജോൺ ഡ്രൈഡൻ. ഒന്ന് ജോൺ ഡ്രൈഡൻ ആണ്. ജോൺ ഡ്രൈഡൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലൈക്ക് ദ ഫാദർ ഓഫ് ഇംഗ്ലീഷ് ക്രിറ്റിസിസം. ഇത് രണ്ടാൾക്കാരുണ്ട്. ഒന്ന് ഫാദർ ഓഫ് ഇംഗ്ലീഷ് ക്രിറ്റിസിസം എന്നറിയപ്പെടുന്ന ജോൺ ഡ്രൈഡനും ഫാദർ ഓഫ് മോഡേൺ ഇംഗ്ലീഷ് ക്രിറ്റിസിസം എന്നറിയപ്പെടുന്ന മാത്യു അർണോൾഡും ആണ്. ഓക്കെ, അത് രണ്ടും വ്യത്യാസം മനസ്സിലാക്കണം.
ഇത് ഫാദർ ഓഫ് ഇംഗ്ലീഷ് ക്രിറ്റിസിസം ആണ്. ഇത് ജോൺ ഡ്രൈഡൻ ആണ്. മൂപ്പരാണ് ആദ്യത്തെ ഇംഗ്ലണ്ടിലെ പോയറ്റ് ലൊറേറ്റും. ഓക്കെ, ഫസ്റ്റ് പോയറ്റ് ലൊറേറ്റ് ഓഫ് ഇംഗ്ലണ്ട് എന്ന് പറയുന്നത് ജോൺ ഡ്രൈഡൻ ആണ്. പോയറ്റ് ലൊറേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് ഒരു പദവി കൊടുക്കുകയാണ് ഇവര്. അവിടെയുള്ള എന്താണ് ആ രാജാവിന്റെ കാലഘട്ടത്തിൽ, രാജാവ് എന്ന് പറയാൻ പറ്റില്ല, അപ്പനൊക്കെ അവർക്ക് പ്രൈം മിനിസ്റ്റർ ആയിട്ടുണ്ട്. ആ പ്രൈം മിനിസ്റ്റർ അല്ലെങ്കിൽ ആ നാട്ടില് നാഷണലിസ്റ്റെ കുറിച്ചുള്ള കവിതകളൊക്കെ എഴുതാൻ വേണ്ടിയിട്ടൊക്കെ ഒരാളെ ഏൽപ്പിക്കുന്നതാണ് പോയറ്റ് ലൊറേറ്റ് എന്ന പൊസിഷൻ. അദ്ദേഹത്തിന്റെ വർക്കാണ് മാക്സ് ലക്കനോ, അബസലോം ആൻഡ് അക്കിറ്റോഫിൽ ഒക്കെ. മാക്സ് ലക്നോ മാക്സ് പഠിച്ചിട്ടുണ്ട്. ലക്കനോ, അതെ, ഒരു മോക്ക് എപ്പിക് പോയമാണത്. മറ്റേ റിച്ചാർഡ് ഷെറിഡനെ കുറിച്ചൊക്കെയാണ് അതിൽ പറയുന്നത്. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് റിവൈൻഡ് ചെയ്തെടുക്കുക. ഓക്കെ, അത് പിന്നെ ആരെ വരുന്നത് ആരെയായിരുന്നു വില്യം. അത് മാക്സ് ലക്നോയില് ആരെ കുറിച്ചിട്ടായിരുന്നു മോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്? ഒരു രണ്ടുപേര് പേര് റിച്ചാർഡ് പറയുന്നത്. ഷെറിഡൻ. ആ ആ അതെ, റിച്ചാർഡ് ഷെറിഡനെ കുറിച്ചാണ് മോക്ക് ചെയ്യുന്നത്. അവരും തമ്മിൽ വേറെയും പല പല പ്രശ്നങ്ങളുണ്ട് അവര്. അപ്പം അതിന്റെ ഇതിലാണ് അവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കും ഇടയ്ക്കിടയ്ക്ക്. അങ്ങനെ വരുന്ന അയാളുടെ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ടും ഉണ്ട് കുറച്ച് അങ്ങനെയൊക്കെ എഴുതിയിട്ടുള്ളവർ. റിബെൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സംഭവം ഉണ്ട്. അത് ഇയാളതാണോ, ഡ്രൈഡന്റെ ആണോ എന്ന് അറിയില്ല. ഡ്രൈഡന്റെ ആണോ ഇനി ഷെറിഡന്റെ ആണോ അറിയില്ല. റൈവൽസ് എന്ന് പറഞ്ഞിട്ട് അതല്ല, ഡ്രൈഡന്റെ തന്നെയാ തോന്നുന്നുണ്ട്. അങ്ങനെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ട് കുറ്റം പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോ സാധനങ്ങൾ എഴുതുന്നുണ്ട്. അതിൽ പെട്ടതാണ് മാക്സ് ലക്നോ. മോക്ക് ഹീറോയിക് പോയമാണിത്. മോക്ക് എപ്പിക് ആണെന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ, പിന്നെ വരുന്നത് വില്യം എംസൺ ആണ്. വില്യം എംസൺ ഒരു ലിറ്റററി ക്രിട്ടിക് ആണ്, ബ്രിട്ടീഷ് ലിറ്റററി ക്രിട്ടിക് ആണ്, പോയറ്റ് ആണ്. മൂപ്പര് ഒരു ഫേമസ് ആയിട്ടുള്ള പുസ്തകമാണ് കേട്ടോ, 7 Types of Ambiguity. ഒരു ലിറ്റററി ക്രിറ്റിസിസത്തിന്റെ ബുക്കാണ് 7 Types of Ambiguity. അതില് ലാംഗ്വേജിന്റെ മൾട്ടിപ്പിൾ മീനിങ്സും ഇന്റർപ്രിട്ടേഷനും ഒക്കെ വരുന്നത് എങ്ങനെയാണ് ലാംഗ്വേജിനെ എഫക്ട് ചെയ്യുന്നത് എന്നൊക്കെ പറയുന്ന ഒരു പുസ്തകമാണ്. ഓക്കെ, അപ്പൊ അതും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, 7 Types of Ambiguity. പിന്നെ ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഓതർ ഓഫ് ഡ്രീം ചിൽഡ്രൻ ആർ റെവറി. ഡ്രീം ചിൽഡ്രൻ എന്ന് പറഞ്ഞത് എഴുതിയതാണ്. ചാൾസ് ലാംബ്. That's right, ചാൾസ് ലാംബ്. ചാൾസ് ലാംബ് ആണ്. ചാൾസ് ലാംബിന്റെ ഏത് എസ്സേലാണ്? ഏലിയ. യെസ്, എസ്സേസ് ഓഫ് ഏലിയയിലാണ് ഇത് വരുന്നത്. That's right. ഇനി ഇതിലുള്ള ആൾക്കാരെ കുറിച്ചായിട്ട് നമ്മൾ നോക്കുന്നു. ഒന്ന് ഡിലൻ തോമസ് ആണ് ആദ്യത്തെ നമ്മൾ ഓപ്ഷൻ വന്നിട്ടുണ്ടായിരുന്നത്. ഡിലൻ തോമസ് ഒരു വെൽഷ് പോയറ്റ് ആണ്, റൈറ്റർ ആണ്. മൂപ്പരുടെ ഒരു പോയാണ് ഡു നോട്ട് ഗോ ജെന്റിൽ ഇൻ ടു ദാറ്റ് ഗുഡ് നൈറ്റ്. ഞാൻ കഴിഞ്ഞ ദിവസം ഇപ്പോൾ കുട്ടികൾക്ക് ക്ലാസ് എടുത്ത പോയാണിത്. ഡു നോട്ട് ഗോ ജെന്റിൽ ഇൻ ടു ദാറ്റ് ഗുഡ് നൈറ്റ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് ഇവന്റെ അച്ഛൻ മരിക്കാൻ വേണ്ടി പോവാം. അയാൾക്ക് ക്യാൻസർ ആണ്. ആ സമയത്ത് അവന്റെ അച്ഛനോട് ഇങ്ങനെ നിങ്ങൾ മരണത്തിന് കീഴടങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് എഴുതുന്ന ഒരു പോയാണ് ഡു നോട്ട് ഗോ ജെന്റിൽ ഇൻ ടു ദാറ്റ് ഗുഡ് നൈറ്റ് എന്ന് പറയുന്നത്. ലൈക്ക് പോരാടൂ, പലരും ഫിലോസഫേഴ്സും അല്ലെങ്കിൽ കുറെ ഹ്യൂമാനിറ്റേറിയൻസും ഒക്കെ പോരാടിയിട്ടാണ് മരിച്ചിട്ടുള്ളത്. അപ്പൊ നിങ്ങളും പോരാടി മരിക്കണം എന്ന് പറയുന്ന ഒരു പോയാണ്. പക്ഷെ ഈ പോയം വായിക്കാനുള്ള ഒരു ഭാഗ്യം അവന്റെ അച്ഛൻ ഉണ്ടായിട്ടില്ല. അതിന് മുന്നേ മൂപ്പര് മരിച്ചു. ഓക്കെ, പിന്നെന്താ, ഓക്കെ, പിന്നെ വേറെ ഒരു പോയം ദ ഡെഡ് ഷോൾ ഹാവ് നോ ഡൊമിനിയൻ. അതും ഫേമസ് ആയിട്ടുള്ള ഒരു പോയാണ് കേട്ടോ. അതിലെ വരികളുണ്ട്, അത് നോക്കി വെക്കണം. ലൈക്ക് നല്ല സെലിബ്രേറ്റഡ് ആയിട്ടുള്ള ലൈൻസ് ആണ്. ലൈക്ക് എന്ത് നഷ്ടപ്പെട്ടാലും നമുക്കത് വീണ്ടെടുക്കാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് തിരിച്ചു കിട്ടും. പക്ഷെ എന്താണ് മരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരാൾക്കൊരു ഡൊമിനിയനും തരുന്നില്ല എന്ന് പറയുന്ന ഒരു പോയാണത്. എല്ലാവരും മരണത്തിന് മുന്നേ ഈക്വൽ ആണ്. നമുക്ക് എന്തിപ്പം എന്തെങ്കിലും നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കണ്ടുപിടിക്കാൻ പറ്റും. പ്രണയമാണെങ്കിൽ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആളെ കിട്ടൂല എന്നുള്ളത്, പക്ഷെ പ്രണയം തിരിച്ചു കിട്ടും. പക്ഷെ മരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയി കഴിഞ്ഞാൽ പോയതാണ് എന്ന് പറയുന്ന തരത്തിലുള്ള പോയാണ്. മൂപ്പര് അങ്ങനത്തെ ഒരു ടൈപ്പാണ്. പിന്നെ പറഞ്ഞ എഡ്ഗർ അലൻ പോ ആണ്. എഡ്ഗർ അലൻ പോനെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? മൂപ്പര് കുറച്ച് ഹൊററിന്റെ ടീമാണ്. അലൻ പോ ഏതെങ്കിലും പഠിച്ചിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട് അലൻ. ഞങ്ങള് ഇത് പഠിച്ചിട്ടുണ്ട്, നമ്മള് റെയിൻ പഠിച്ചിട്ടുണ്ട് എഡ്ഗർ അലൻ പോന്റെ. പിന്നെ മൊത്തത്തില് ബ്യൂട്ടിയാണ്, വേർഡ്സ് ബ്യൂട്ടി ഒക്കെ നോക്കണേ. റെയ്വൻ പഠിച്ചിട്ടുണ്ട്. റേവൻ. ഓക്കെ ഓക്കെ. മൂപ്പര് ഒരു അമേരിക്കൻ പോയിറ്റ് ആണ്. മൂപ്പരുടെ വർക്കാണ് ടു ഹെലൻ, അതുപോലെ റേവൻ, അനബെല്ലാലി ഒക്കെ മൂപ്പര് ഫേമസ് ആയിട്ടുള്ള വർക്കാണ്. ചാൾസ് ലാംബിന്റെ ആകെ ഒരു എസ്സേ ഉള്ളൂ, എസ്സേസ് ഓഫ് ഏലിയ. പിന്നെ ഏതോ ഒന്നും കൂടി ഉണ്ട് തോന്നുന്നുണ്ട്. ബട്ട് ദാറ്റ്സ് ഗുഡ്. നമ്മൾ പഠിച്ചിട്ടുണ്ടത്, നല്ലൊരു എസ്സേ ആണത്. അതാണ് ചാൾസ് ലാംബ്. ഇനി അടുത്ത് ഇയാഗോ ഈസ് വൺ ഓഫ് ദ ഷേക്സ്പിയർസ് നോൺ. ഇയാഗോ ആരാണ്? ഷേക്സ്പിയറിന്റെ വില്ലനാണ്. അല്ല, ഇയാഗോ വില്ലനാണ് അല്ലേ? വില്ലനാണ്. ഒതല്ലോ. ഒതെല്ലോയിലെ വില്ലനാണ് അല്ലേ?
ഡെസ്റ്റിമോനെ ഒതെല്ലോം തമ്മിലുള്ള ബന്ധം ഇങ്ങനെ വൃത്തികേടാക്കി മാറ്റുന്ന വില്ലനാണ് ആര്? യാഗോ എന്ന് പറയുന്നത്. യാഗോന്റെ ഭാര്യ ഇവന്റെ അറ്റൻഡന്റ് ആണ്. നമ്മൾ ഒതെല്ലോന്റെ വൈഫിന്റെ അറ്റൻഡന്റ് ആണ്. അവളെ പേരെന്താണ്? എമീലിയ. ഈ പേരുകളൊക്കെ ഒന്ന് ചെറുതായിട്ട് പഠിച്ചു വെക്കാം. ഒതെല്ലോ, ഡെസ്റ്റിമോന, എമീലിയ, യാഗോ, ഇതൊക്കെ ഒന്ന് ഓർത്തു വെക്കാം. ഓക്കെ. അപ്പം യാഗോ വില്ലനാണ്, ഷേക്സ്പീരിയൻ വില്ലനാണ്. അടുത്താണ് ദ വിന്നർ ഓഫ് നോബൽ പ്രൈസ് ഫോർ ലിറ്ററേച്ചർ ഇൻ 2023. 2023 നൊബേൽ പ്രൈസ് ഫോർ ലിറ്ററേച്ചർ ആർക്കായിരുന്നു? ആനി ആണോ? ഗൂർണയാണോ? അല്ല അല്ല, ഇത് ഞങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ ഫോസോ? വേണ്ടിയിട്ട് ജോൺ ചോദ്യം. ഫോസ്. അതെ, ജോൺ ഫോസെയാണ്. ഓക്കെ, ജോൺ ഫോസെയാണ്. മൂപ്പരാണ് 2003. ആനി എർണോക്സ് 2002 അല്ല സോറി 2022. അബ്ദുൾ റസാഖ് ഗുർന 2021. 2020 ലൂയിസ് ഗ്ലൂക്ക്. അങ്ങനെ ആ വർഷങ്ങളാണ് കേട്ടോ അത്. അപ്പം 4 വർഷത്തെ, അതുകൊണ്ടാണ് ഇങ്ങനെ ഇട്ടിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് പഠിക്കുകയാണെങ്കിൽ സുഖാണ്. പിന്നെ ഇങ്ങനെ 4 ആൾക്കാരെ വന്നാലും നമുക്ക് ഡൗട്ട് ആവും. കാരണം കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ചിലപ്പോൾ നമ്മള് ഈ ആൾക്കാരെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, പക്ഷെ വർഷം നമ്മളാണ്ട് വിട്ടുപോയിട്ടുണ്ടാവും. അപ്പം പെട്ടെന്ന് വേറെ ഏതെങ്കിലും പോയൊന്നും കുത്തരുത്. ജോൺ ഫോസെയാണ് ആൻസർ. ഓക്കെ ഓക്കെ. സോ വർഷങ്ങൾ നോക്കാം. ആനിന്റേത് 2022, അബ്ദുൾ റസാഖിന്റേത് 21, ലൂയിസ് ഗ്ലൂക്കിന്റേത് 20. ദെൻ ദ ബ്രാഞ്ച് ഓഫ് ലിംഗ്വിസ്റ്റിക്സ്. ഈ ലാംഗ്വേജിന്റെ ലിംഗ്വിസ്റ്റിക്സിന്റെ ക്വസ്റ്റ്യൻസ് ഇതിൽ കുറച്ച് കുറവാണ് കേട്ടോ. അപ്പൊ നിങ്ങള് എന്ത് ചെയ്യണം? കുറച്ചധികം ചോദ്യങ്ങൾ നോക്കി വെക്കണം. അങ്ങനത്തെ ചോദ്യങ്ങൾ വന്നാൽ എഴുതാൻ വേണ്ടി. ദ ബ്രാഞ്ച് ഓഫ് ലിംഗ്വിസ്റ്റിക്സ് വിച്ച് ഡീൽസ് വിത്ത് ദ മീനിങ് ഓഫ് വേർഡ്സ്. സെമാന്റിക്സ്. ഏതാ? Yeah guys, that's right. Semantics. Semantics ആണ് മീനിങ് ഓഫ് വേർഡ്സിനെ കുറിച്ച് പറയുന്നത്. സ്റ്റഡി ഓഫ് ദ മീനിങ് ഓഫ് വേർഡ്സ്. ഇനി സെമയോളജിയും അതുപോലെ തന്നെ സെമയോട്ടിക്സും ഏകദേശം ഒരേ സാധനം തന്നെയാണ്. ഈ സെമയോട്ടിക്സിനെയാണ് നമ്മളെ സൊഷ്യോറിന്റെ നിങ്ങൾ പഠിക്കില്ലേ ഇതൊക്കെ? ഓ, സൈക്കോളജിയിൽ നമുക്കൊരു സൊഷ്യോറിനെ കുറിച്ച് പഠിക്കാനില്ലേ? നമ്മള് സോഷ്യലിന് ലിംഗ്വിസ്റ്റിക്സിൽ പഠിച്ചിട്ടുണ്ട് പഠിക്കുന്നുണ്ടോ? PG. സോഷ്യർ. ആ, ലിറ്ററേച്ചറിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. ഇതിലും ഇല്ലേ പഠിക്കാൻ എവിടെയോ? സൈക്കോളജിയിലാ? സോഷ്യൽ ഇല്ല. വൈകോട്സ് ഇല്ല. ഒക്കെ ഇല്ല. സോഷ്യൽ സെമിയോളജി പഠിക്കാൻ നമ്മൾ ഉണ്ട്. എവിടെയോ പഠിക്കുന്നുണ്ടല്ലോ. ഉണ്ട് പഠിക്കാൻ ആ, ചോംസ്കി ആണുള്ളത്. ഉണ്ട്. ചോംസ്കി സോഷ്യൽ അല്ല. പഠിക്കാം ഉണ്ട്. സെമിയോളജി, സെമിയോട്ടിക്സ്, സൈക്കോളജിയിലല്ല, സൊഷ്യൂർ നമ്മൾ ഉണ്ട്. ഓപ്ഷണൽ സൈക്കോളജിയിൽ നമുക്ക് പഠിക്കാണ്ടായി. അതെ, സൈക്കോളജിയിൽ ഏതിലാന്നറിയില്ല, എവിടെ ഉണ്ട് പഠിക്കാണ്ടെന്തായാലും. പഠിക്കാണ്ടായിരുന്നു. ഓക്കെ ഗൈസ്. അപ്പം അത് നിങ്ങൾ തീരുമാനാക്കുക എവിടെയാണെന്നുള്ളത്. ഞാന് അത് കഴിഞ്ഞ് നിങ്ങൾ എന്തെങ്കിലും ഒരു സാധനം പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് നമ്മളാണ്ട് വിടുമല്ലോ. അപ്പൊ അതിലങ്ങോട്ട് പോവും അതൊക്കെ. അപ്പൊ ഇതൊക്കെ എവിടെയാണ് പഠിച്ചത് എന്നുള്ളതൊന്നും ആവശ്യമില്ല. പക്ഷെ ഇതൊക്കെ ഒന്ന് പൊടി തട്ടിയിരിക്കുക, അത്രേ ഉള്ളൂ. ലൈക്ക് സെമിയോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സയൻസ് സിസ്റ്റത്തിനെ കുറിച്ചൊക്കെ പഠിക്കുന്നതാണ് സെമിയോളജി എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും എന്താണ് സയൻസ് സിസ്റ്റം എന്നൊക്കെ. ഇതൊക്കെ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ വളരെ ഇങ്ങനെ കെട്ടിപ്പൂട്ടി ടൈറ്റാക്കി ഒരു സാധാരണക്കാരന് മനസ്സിലാക്കാൻ പറ്റാത്ത മാതിരി വെച്ചൊരു സാധനമാണ്. കൂടുതലൊന്നും നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. സ്റ്റഡി ഓഫ് സയൻസ് സിസ്റ്റം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം നമുക്ക് ഓരോ എന്താ പറയാ ഇമോജികളൊക്കെ ഇല്ലേ? അതിൽ ഓരോ ഇമോജിയും എന്തിനാ കാണിക്കുന്നതാണ്? ഓരോ എന്താണ് ലൈക്ക് ഒരു സൈൻ ആണ് അല്ലെ? ഹാപ്പി, ചിരിച്ചതാണെങ്കിൽ ഹാപ്പിനെസിനെ കാണിക്കും. ഓരോ സൈൻ, ഇങ്ങനത്തെ സയൻസ് സിസ്റ്റത്തെ കുറിച്ച് പഠിക്കുന്നതാണ് മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ, സൈൻ എന്ന് പറഞ്ഞാൽ സിമ്പിൾ ഓഫ് സംതിങ്, അങ്ങനെ മനസ്സിലാക്കി വെച്ചാൽ മതി സെമിയോളജി എന്നുള്ളത്. സോ ഫെർഡിനൻഡ് സൊഷ്യൂർ ആണ് സെമിയോളജി എന്ന് പറഞ്ഞിട്ടുള്ള ടേം കോയിൻ ചെയ്തിട്ടുള്ളത്. പിന്നെ വരുന്നത് നെമോണിക്സ് ആണ്. നെമോണിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെമ്മറി എയ്ഡ് ഫോർ ലേണിംഗ് സംതിങ്. എന്തെങ്കിലും ഒരു കാര്യം പഠിക്കാനായിട്ട് ഒരു മെമ്മറി എയ്ഡ് ആണത്. ഓക്കെ, അതാണ് നെമോണിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ലൈക്ക് നമ്മളിപ്പം ചില സാധനമൊക്കെ ഉണ്ട്, നിങ്ങളത് ചെയ്യാന്ന് എനിക്കറിയില്ല, ഞങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താക്കി വെക്കും അറിയോ? ഇപ്പം വല്ല ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ പഠിക്കാനുണ്ടെങ്കിൽ നമ്മൾ അതിനെ ഇങ്ങനെ എക്രോണിം ആക്കി വെക്കും. ഓക്കെ, ഇപ്പൊ നമുക്ക് സ്കില്ല് പഠിക്കാല്ലേ ഫസ്റ്റ് ഇയറിൽ? അല്ല, ഇപ്പൊ ഇവൻ സോഷ്യോളജിയിൽ തന്നെ കുറെ കാര്യങ്ങൾ, സൈക്കോളജിയിൽ കുറെ കാര്യങ്ങൾ വരുമ്പോ അക്രോണിംസ് വെച്ച് പഠിക്കും. അതെ അതെ, ആ സംഭവമാണ് എന്ത് പറയുന്നത് നെമോണിക്സ് എന്ന് പറഞ്ഞാല്. ഓക്കെ, നമ്മൾ അങ്ങനെ എന്താണ് ഒരു കാര്യം പഠിക്കാൻ വേണ്ടിയിട്ട് എക്രോണിം ആക്കിയൊക്കെ വെക്കുന്ന ആ പരിപാടിനെ, ആ മെമ്മറി എയ്ഡിനെയാണ് നമ്മൾ എന്ത് പറയാ? നെമോണിക്സ് എന്ന് പറയാം. ഓക്കെ, മനസ്സിലായോ? മനസ്സിലായി.
ഓക്കെ ഗൈസ്. ഓക്കെ, ഇനി വരുന്നത് അടുത്ത ചോദ്യമാണ്. ദ ആബെ തിയേറ്റർ ഇസ് അസോസിയേറ്റഡ് വിത്ത് അയർലാൻഡ്. ആബെ തിയേറ്റർ. അയർലാൻഡ്. ദാറ്റ്സ് റൈറ്റ്. ആബെ തിയേറ്റർ അയർലൻഡിനെ ബേസ് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ ഡബ്ലിൻ ഒക്കെ അയർലൻഡിന്റെ ഒരു സിറ്റിയാണ് ഡബ്ലിൻ. സോ അതിനൊക്കെ അവിടെ നിന്നൊക്കെ വന്നിട്ടുള്ള ഒരു സാധനമാണ്. അയ്യോ, കേൾക്കണ്ടോ ഞാൻ പറയുന്നത്? കേൾക്കുന്നുണ്ട്. കേൾക്കുന്നുണ്ട്. ഓക്കെ. അപ്പം ആബെ തിയേറ്റർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് അയർലൻഡിനെ അല്ലെങ്കിൽ ഡബ്ലിൻ സിറ്റിനെ ഒക്കെ ബേസ് ചെയ്തിട്ട് വരുന്നതാണ്. അയർലൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് അയർലൻഡിലെ ആളുകൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അവർ ഫേസ് ചെയ്ത് വരുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായപ്പോ അവരെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് നമ്മുടെ WB ഈറ്റ്സും അതുപോലെ ലേഡി ഗ്രിഗറിയൊക്കെ കൂടിയാണ് ആബെ തിയേറ്റർ കൊണ്ടുവരുന്നത്. ഓക്കെ, അത് ഫൗണ്ട് ചെയ്ത മെയിൻ ആയിട്ടുള്ള രണ്ടാൾക്കാരാണ് WB ഈറ്റ്സും ലേഡി ഗ്രിഗറി. അപ്പൊ നമ്മളിപ്പോ ഈ വിക്കിപീഡിയയിലൊക്കെ പോയി നോക്കിയാൽ അറിയാം, ആബെ തിയേറ്റർ എന്ന് പറഞ്ഞാൽ ടു ബ്രിങ് ദ റൈറ്റ് ഇമോഷൻ ഓഫ് അയർലൻഡ്, ഡബ്ലിൻ സിറ്റി. അവര് ശരിക്കുള്ള ഇമോഷൻ, അവർ ശരിക്കുള്ള പ്രശ്നങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവർ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സാധനമാണ്. അങ്ങനെ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, അപ്പം അവര് സൊസൈറ്റിയിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങളൊക്കെ അവിടെ അവതരിപ്പിക്കും, ഡ്രാമയായിട്ടും പോയമായിട്ടും അങ്ങനെ കേട്ടോ. അതാണത്. ഓക്കെ, പിന്നെ അടുത്ത ഒരു വരിയാണ്. ഇഫ് വിൻഡർ കംസ് ക്യാൻ സ്പ്രിംഗ് ബി ഫാർ ബിഹൈൻഡ്. ദിസ് ഇസ് എ ലൈൻ ബൈ അല്ല, ശല്യാണോ? ശല്യാണ്. യെസ് അല്ലേ? ഏതൊക്കെയാണെന്നറിയോ നമ്മുടെ ഷെല്ലിയുടെ അയ്യോ ഷെല്ലിയുടെ വരുന്നില്ല. ഓഡ് ടു വെസ്റ്റ് വിൻഡ് ആണോ? ഓഡ് ടു വെസ്റ്റ് വിൻഡ് ആണോ? അതെ. Yeah. If the wind comes, can spring be far behind എന്ന് പറയുന്നത് ഷെല്ലിന്റെ ഓഡ് ടു വെസ്റ്റ് വിൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള പോയാണ്. PB ഷെല്ലി, പേഴ്സി ഷെല്ലി, ഇങ്ങനെയാണ് വരുന്നത്. സോ മൂപ്പര് ഒരു പോയമാണിത്. ഇതൊരു ഹോപ്പിനെ കുറിച്ചൊക്കെ പറയുന്ന ഒരു പോയമാണ്. മൂപ്പരാണ് ഒരുപാട് ഓടുകൾ എഴുതിയിട്ടുണ്ട് അല്ലെ, ഏതൊക്കെയാന്നൊക്കെ നിങ്ങൾക്ക് അറിയുണ്ടാവും. അപ്പോ ഓടുകൾ ഏതൊക്കെയാണെന്നും അതുപോലെ ഓട് എന്താണെന്നും എന്നൊക്കെ നോക്കി വെക്കാം. പിന്നെ വരുന്ന ഒരാളാണ് നമ്മൾ ആ ഓപ്ഷനിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു, ഫിലിപ്പ് സിഡ്നി. ഫിലിപ്പ് സിഡ്നിനെ കുറിച്ച്, ഫിലിപ്പ് സിഡ്നിന്റെ ഒരു വർക്കാണ് ഇത്, അപ്പോളജി ഫോർ പോയിട്രി. പോയിട്രീനെ അയാള് എന്താ പറയാ, ലൈക്ക് ഡിഫെൻഡ് ചെയ്തുകൊണ്ട് എഴുതുന്നതാണ്, ഡിഫെൻസ് ഓഫ് പോയിസി. പിന്നെ 108 സോണറ്റ്സും അദ്ദേഹത്തിന്റെ തന്നെയാണ്. ഓക്കെ, പിന്നെ ഇനി ഇതൊരു ട്രാൻസ്ലേഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസും കാണാറുണ്ട് നമ്മള് കേട്ടത്തിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ. അതാണ് ഞാൻ പറഞ്ഞത്, ഇങ്ങനെ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ എടുത്ത കുറെ ചോദ്യങ്ങളാണ് ഇതിലുള്ളത്. കുറച്ച് ചോദ്യങ്ങൾ. ഓക്കെ, കുറച്ച്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഇങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരും. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ എല്ലാ ഇതിനെയും നോക്കണം. ഓക്കെ, നിങ്ങൾക്ക് അതിൽ കുറച്ച് എന്താണ് പോയിന്റ്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്, ലൈക്ക് ഏർലി ലിറ്ററേച്ചർ, ഷേക്സ്പിയർ ആൻഡ് ഹിസ് കണ്ടംപററീസ്, അങ്ങനെ. പിന്നെ റൊമാൻറ്റിക്സ് അല്ല, പിന്നെ ലൈക്ക് ഷേക്സ്പിയറൻ, പിന്നെ റൊമാൻറ്റിസിസം, ലൈക്ക് റെസ്റ്റോറേഷൻ, അങ്ങനെ കുറെ പീരിയഡുകളുടെ പേരുകൾ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അതിൽ ലാസ്റ്റിൽ വരുന്നതാണ് പിന്നെന്താണ് ട്രാൻസ്ലേഷൻ ലിറ്ററേച്ചർ ഒക്കെ. അപ്പൊ കുറച്ച് അതൊക്കെ നോക്കി വെക്കുക. കൊച്ചരേത്തിയാണിത്. ഇസ് എ വർക്ക് ബൈ ആരാണ് അറിയോ? സാറ ജോസഫ്. ആരുടെ? സാറ ജോസഫ്. യെസ്, നാരായൺ. ഇതൊക്കെ നിങ്ങൾ പഴയ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയവരാണെങ്കിൽ കണ്ടിട്ടുണ്ടാവും. നാരായണന്റെ ആണ് കൊച്ചേരത്തി. അതെ, ഉണ്ട്. അപ്പൊ മൂപ്പരെ കുറിച്ച് നോക്കി വന്നിട്ട് ഇല്ലല്ല, ഈ ക്വസ്റ്റ്യൻ കണ്ടിരുന്നു, ആൻസറും നോക്കിയിട്ടുണ്ടായിരുന്നു, അത്രേ ഉള്ളൂ. അതല്ല നമ്മൾ ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ പേപ്പർ. എന്താണ് നമ്മളെ അല്ല ഇതില് പറയുന്ന നാരായൺ നമ്മുടെ ആർക്കും നാരായണാണോ അല്ല വേറെ നാരായണാണോ? അല്ല, വെറും നാരായണൻ. ഇത് വേറെ നാരായണൻ, അത് വേറെ നാരായണൻ. RK നാരായണൻ നമ്മള് എന്താണ് പ്രസിഡന്റ് ഒക്കെ അല്ലേ, പ്രസിഡന്റ് ഒക്കെ ആയിട്ടുണ്ടായിരുന്ന മൂപ്പരല്ലേ RK നാരായണൻ? അല്ലാതെ KR ഇന്ത്യൻ നാരായണൻ. ഇംഗ്ലീഷ് റൈറ്റർ ആയിട്ടുള്ള അല്ല, നമ്മുടെ ഇന്ത്യൻ ഇംഗ്ലീഷ് റൈറ്റർ ആയിട്ടുള്ള ആളില്ലേ RK നാരായണൻ? ആളും വർക്കുകൾ ഉണ്ടല്ലോ, സാമി ആൻഡ് ഫ്രണ്ട്സ് ആളുടെ മാൽഗുഡി ഡേയ്സ്, സ്വാമി ആൻഡ് ഫ്രണ്ട്സ്. ഓക്കെ, അല്ല അതല്ല, ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ട്രൈബൽ റൈറ്റർ ആണ്
ഫസ്റ്റ് ട്രൈബൽ റൈറ്റർ ആണ് ആര്? ട്രൈബൽ നോവലിസ്റ്റ് ആണ് നാരായൺ. അദ്ദേഹത്തിന്റെ വർക്കാണ് കൊച്ചേരത്തി. അതേ അതിനെ കുറിച്ച് പറയുന്നുള്ളൂ. അത് പറഞ്ഞാൽ നമ്മൾ വർക്കുകളിൽ പരിചയപ്പെടാൻ വേണ്ടിയാണ്. സാറാ ജോസഫിന്റെ കുറച്ച് വർക്കിന്റെ പേരൂടെ കൊടുത്തിട്ട് ഇതൊക്കെ ഒന്ന് പറയുണ്ടാവും. അപ്പം ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുകയാണെങ്കിൽ വെറും ആ ചോദ്യവും അതിന്റെ ഉത്തരവും നോക്കാതെ അതിന് ഓപ്ഷനെ കുറിച്ചൊക്കെ കുറച്ചും കൂടി ഒന്ന് സെർച്ച് ചെയ്ത് മനസ്സിലാക്കി വെക്കുക. ചിലപ്പോൾ അടുത്ത ചോദ്യം അല്ലെങ്കിൽ നമുക്ക് വരാൻ പോകുന്ന ചോദ്യം ആ ഓപ്ഷനിൽ നിന്നൊക്കെ ആവാം. ഈ നെറ്റൊക്കെ എക്സാം എഴുതുമ്പോൾ അങ്ങനെയാണ്. നെറ്റിലൊന്നും ഒരിക്കലും ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്യേയില്ല. പക്ഷെ ആ ടോപ്പിക്കിലെ വ്യക്തിയും അതുപോലെ അയാളുടെ വർക്കുകളും എപ്പോഴും റിപ്പീറ്റ് ചെയ്യാറുണ്ട്. അപ്പൊ നമ്മൾ അങ്ങനെയാണ് പഠിക്കുക. അപ്പൊ ഇത് പഠിക്കുമ്പോൾ എന്ത് ചെയ്യുക? ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുകയാണെങ്കിൽ ആ ചോദ്യത്തിൽ ചോദിക്കുന്നത് ആരെ കുറിച്ചാണ്, അല്ലെങ്കിൽ അതിൽ ഓപ്ഷനിൽ ആരൊക്കെ ഉണ്ട്, ആ ഒരു കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് അറിഞ്ഞു വെക്കാൻ വേണ്ടി നോക്കുക. വലുതായിട്ടൊന്നും സെർച്ച് ചെയ്യേണ്ട ആവശ്യമില്ല, വിക്കിപീഡിയ നോക്കിയാൽ മതി. ഓക്കെ. പിന്നെ വരുന്നത് സാറാ ജോസഫാണ്. സാറാ ജോസഫിന്റെ വർക്കാണ് അലാഹയുടെ പെൺമക്കൾ, അതുപോലെ പുതുരാമായണം, ഒടുവിലത്തെ സൂര്യകാന്തി, ബുദ്ധിനിക്കൊക്കെ ഇപ്പൊ അവസാനം ഒരു അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. അവസാനം 2021 മുതൽ ഇങ്ങോട്ട് നോക്കിയാൽ കാണാം. അത് കേരള സാഹിത്യമാണോ ഏതാണെന്ന് എനിക്ക് ഓർമ്മയില്ല. അത് നോക്കി വെക്കണം കേട്ടോ. അപ്പൊ ബുദ്ധിനിക്ക് എന്തോ ഒരു അവാർഡ് കിട്ടിയിട്ടുണ്ട് സാറാ ജോസഫിന്. അത് ഏതാന്നൊക്കെ നോക്കാം. പിന്നെ പെരുമാൾ മുരുകനെ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. പെരുമാൾ മുരുകൻ വൺ പാർട്ട് വിമൻ, അതുപോലെ പൂനാച്ചി, ഫയർ ബേർഡ്, ഫയർ, ഇതൊക്കെ മൂപ്പരുടെ കുറച്ച് വർക്കുകളാണ്. അപ്പൊ ഇങ്ങനെ വർക്കുകളുടെ പേരുകൾ ഒന്ന് പരിചയപ്പെട്ട് വെക്കാം. അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് എന്നാ എക്സാം വരുന്നത്? ഇപ്പൊ കേട്ടിട്ടുണ്ട് എക്സാം എന്നാ വരുന്നത്? ഓക്കെ. ഇനി അടുത്തത് ദ നോവൽ ഒരു സങ്കീർത്തനം പോലെ ഈസ് ബേസ്ഡ് ഓൺ ദ ലൈഫ് ഓഫ് ആരുടെ ജീവിതത്തിന് ആസ്പദമാക്കിയിട്ടുള്ള കഥ? ദസ്തയേവ്സ്കി. ഇത് എഴുതിയത് ആരാണ്? പെരുമ്പടവം ശ്രീധരൻ. പെരുമ്പടവം ശ്രീധരൻ. അടുത്താണ് ദ ആന്റണിം ഓഫ് കാക്കഫോണി. കാക്കഫോണിന്റെ ഓപ്പോസിറ്റ് എന്താണ്? ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. യൂഫോണിയാണ് കാക്കഫോണിന്റെ ഓപ്പോസിറ്റ്. കാക്കഫോണി എന്ന് പറഞ്ഞാൽ ഹാഷ്, ഡിസ്കോർഡൻ, നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള സൗണ്ടിനെ, നോയിസിനെയാണ് നമ്മൾ എന്ത് പറയാ? കാക്കഫോണി എന്ന് പറയാ. യൂഫോണി എന്ന് പറഞ്ഞാൽ പ്ലീസിങ്, ഹാർമോണിയസ്, അതിനെയാണ് എന്ന് പറയാ യൂഫോണി എന്ന് പറയാ. സോ ഇതിന്റെ ഓപ്പോസിറ്റ്, എക്സാക്ട് ഓപ്പോസിറ്റ്, കാക്കഫോണിന്റെ ഓപ്പോസിറ്റ് എന്താണ്? യൂഫോണിയാണ്. ഓക്കെ. ഇനി അടുത്തത് ഒരു ഡയലോഗാണ്. നത്തിങ് ഹാപ്പൻസ്, നോബഡി കംസ്, നോബഡി ഗോസ്. ഇത് ഏത് വെയിറ്റിംഗ് ഫോർ ഗോദോ. guys, that's right. Waiting for Godot, written by ബക്കറ്റ്. Samuel Beckett. സാമുവൽ ബെക്കറ്റും ഒരു ഐറിഷ് പ്ലേ റൈറ്റ് ആണ് കേട്ടോ. നമ്മൾ നേരത്തെ ഇപ്പൊ ഒരു അയർലൻഡിന്റെ ആബി തിയേറ്റർ എന്നൊക്കെ പറഞ്ഞല്ലോ. അതുപോലെ ഒരു ഐറിഷ് റൈറ്റർ ആണ് ആര്? സാമുവൽ ബെക്കറ്റും. ഈ മൂപ്പര് ഈ ഒരു എന്താണ് വെയിറ്റിംഗ് ഫോർ ഗോദോ എഴുതിയിട്ടുള്ളത് പോസ്റ്റ് വേൾഡ് വാർ ആണ്. ലൈക്ക് വേൾഡ് വാർ വന്ന് എല്ലാം നശിച്ച് ഇനി ഒരാളും നന്നാവൂല, അല്ലെങ്കിൽ ഇനി ഒന്നും ജീവിതമില്ല, മരണം മാത്രമാണ് മുന്നിലുള്ളത് എന്നുള്ള ഒരു സമയത്ത് എഴുതിയിട്ടുള്ള ഒരു വർക്കാണ് വെയിറ്റിംഗ് ഫോർ ഗോദോ. അതുകൊണ്ട് തന്നെ അത് ആ കാലഘട്ടത്തിന്റെ എല്ലാ ദുഃഖങ്ങളെയും ആ ഒരു വർക്ക് കാണിക്കുന്നുണ്ട്. അതിന്റെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സബ് ടൈറ്റിലാണ്. എ ട്രാജിക് കോമഡി ഇൻ 2 acts എന്നാണ് ഇതിന്റെ സബ് ടൈറ്റിൽ. എ ട്രാജിക് കോമഡി ഇൻ 2 acts. അതിൽ 2 ആക്ടുകളേ ഉള്ളൂ, 2 ക്യാരക്ടേഴ്സേ ഉള്ളൂ, വാൽഡമറും എസ്ട്രഗണും. നമ്മൾ PG ഒക്കെ പഠിച്ചാണ്, നമുക്കറിയാം ഇവരുടെ പേരുകൾ വരെ എന്താണ് ലൈക്ക് വേറെ റെഫറൻസ് ഉള്ളതാണ്. വേറെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് എന്താണ് സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും സെക്ഷൽ ഓർഗൻസിന്റെ വല്ല റെഫറൻസ് ഉള്ള പേരുകളാണ് വാൽഡമറും എസ്ട്രഗണും. അങ്ങനെയൊന്നും കടന്ന് ചോദിക്കാറില്ല, പക്ഷെ നെറ്റിനൊക്കെ ചോദിക്കാറുണ്ട്. ഈ പേരുകളൊന്നും ഓർത്ത് വെക്കുക. വാൽഡമർ, എസ്ട്രഗൺ, DD ഗോഗോ എന്നൊക്കെയാണ് അവര് പറയുന്നത്. പിന്നെന്താണ് ഇവർ രണ്ടുപേരും ആ കഥ നിങ്ങൾക്ക് അറിയണ്ടാവും അല്ലെ? 2 ആൾക്കാര് കാത്തിരിക്കുകയാണ് ഗോദോത്തിനെ. പക്ഷെ കഥ കഴിഞ്ഞിട്ടും ആര് വരുന്നില്ല, ഗോദോ വരുന്നില്ല. ഒരുപാട് കുഞ്ഞു കുഞ്ഞു ഡയലോഗുകളൊക്കെ ഉണ്ട്, ഒരു കാര്യമില്ല, വെറുതെ കുറെ ഡയലോഗുകൾ കൊടുത്തു. അങ്ങനത്തെ ഒരു എന്താണ് അബ്സേർഡിറ്റി എന്താണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെയിറ്റിംഗ് ഫോർ ഗോദോ ഒരു അബ്സേർഡിറ്റി ആണെന്ന് പറയാം. അങ്ങനെയാണ് ആ ഒരു കഥ കിടക്കുന്നത്. സോ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഐറിഷ് പ്ലേ റൈറ്റ് ആണ്, സാമുവൽ ബക്കറ്റ് ആണ് ഇത് എഴുതിയിട്ടുള്ളത്. ട്രാജിക് കോമഡി ആണ്, 2 acts ആണ്, ആളുകളുടെ പേര് ഇതൊക്കെ നോക്കി വെക്കും. ഇനി ദ പോയം ഓ ക്യാപ്റ്റൻ മൈ ക്യാപ്റ്റൻ ഇസ് അഡ്രസ്ഡ് ടു. ഈ പോയം എഴുതിയത് ആരാന്നറിയോ? അല്ല, ഈ പോയം അഡ്രസ് ചെയ്യുന്നത് ആർക്കാണെന്ന് അറിയോ? ലിങ്കൺ. ലിങ്കൺ അല്ലേ?
എബ്രഹാം ലിങ്കൻ ലിങ്കൻ, ആണോ? അബ്രഹാം ലിങ്കൻ. യാ. ഓ ക്യാപ്റ്റൻ, മൈ എഴുതിയത് ക്യാപ്റ്റൻ. നമ്മളുടെ മറ്റേ ഇയാള്. അയ്യോ, ഒരു ക്ലൂ തന്നാ കിട്ടും. വാൾട്ട് ഇവിടെ വിറ്റ്മാൻ. അതെ, ഹോൾ. വോൾട്ട് വിറ്റ്മൻ. ഈ പോയ ഞാൻ MIയില് റെസിറ്റേഷന് ചൊല്ലിയിട്ടുണ്ട്, എനിക്ക് ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഞങ്ങൾ ഒരു ആർട്സിനല്ലേ അതെ, ഒരു ആർട്സിന് കഴിഞ്ഞ സെക്കൻഡ് ഇയർ പഠിക്കുമ്പോൾ ആർട്സിന് ഞാൻ ചൊല്ലിയത് ഈ പോയായിരുന്നു. ഞാൻ 6ാം ക്ലാസ് പഠിച്ച പോയാണ്. ഓ ക്യാപ്റ്റൻ, മൈ ക്യാപ്റ്റൻ. നല്ല പോയാണ് കേട്ടോ. ലൈക്ക് വോൾട്ട് വിച്ച്മാൻ അബ്രഹാം ലിങ്കനോടുള്ള അത്രയും ഇഷ്ടം കൊണ്ട് ലൈക്ക് ഭയങ്കര നമ്മളിങ്ങനെ അങ്ങനെ സങ്കടം തുളുമ്പുന്ന ഒരു പോയാണത്. അയാൾ പറയാണ് ലൈക്ക് നമ്മളെ അത് ഈ ഒരു രാജ്യം എന്താണ്, ഇവരുടെ രാജ്യം എന്ന് പറയുന്നത് എല്ലാ ചീത്ത ശക്തികളെയും ഇതാക്കിയിട്ട്, അല്ലെങ്കിൽ അബ്രഹാം ലിങ്കൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലാക്കും വൈറ്റും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ തീർത്ത് എല്ലാം റെഡിയായി ഇങ്ങനെ ഇൻഡിപെൻഡൻസിനോട് ഇങ്ങനെ കയറി അടുത്തെത്തുമ്പോഴാണ് ഇയാളെ മരണം. കയറി എത്തുമ്പോഴല്ല, ലൈക്ക് ഇതൊക്കെ കിട്ടിയതിന് ശേഷം. അപ്പൊ അങ്ങനെ എത്തിയൊരു സമയത്ത് ഈ ക്യാപ്റ്റൻ മരിച്ചു പോവാണ്. എവിടെ ഈ കരയ്ക്കെടുക്കാൻ നേരത്ത് പോയത്തിൽ അങ്ങനെയാ പറയുന്നത്. കരയ്ക്കെടുക്കാൻ നേരത്ത് ഈ ക്യാപ്റ്റൻ മരിച്ചു. അതിൽ ഇയാള് സങ്കടപ്പെട്ടിട്ട് പറയുന്ന ഒരു തരത്തിലാണ് ഈ പോയം വരുന്നത്. ഇറ്റ്സ് എ ഗുഡ് പോയം. ഓ ക്യാപ്റ്റൻ, മൈ ക്യാപ്റ്റൻ. ഓൺ ദ ഡെക്ക് മൈ ക്യാപ്റ്റൻ ലൈസ്, അങ്ങനെ ഒരു വരി ഉണ്ടായില്ല. ഓൺ ദ ഡെക്ക് മൈ ക്യാപ്റ്റൻ ലൈസ് ഫാളൻ കോൾഡ് ആൻഡ് ഡെഡ്. ഓക്കെ ഗൈസ്, അടുത്ത ക്വസ്റ്റൻ എന്താണ്? റോബർട്ട് ബ്രൗണിംഗ് ഇസ് എ പോയിറ്റ് ഓഫ് ഇയർലി റൊമാൻറ്റിസിസം. റോബർട്ട് ബ്രൗണിംഗ് ഏതാ? വിക്ടോറിയൻ. റോബർട്ട് ബ്രൗണിംഗ് വിക്ടോറിയൻ പോയിറ്റ് ആണ്. ഓക്കെ. അപ്പം പ്രീ റാഫലൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള പോയിറ്റ്സിനെ കുറച്ച് ആൾക്കാരുടെ പേര് ഇവിടെ കൊടുത്തിട്ടുണ്ട്. റൊസെറ്റി, ക്രിസ്റ്റിന റൊസെറ്റി, വില്യം ഹോൾമൻ ഹണ്ട്. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക, അഥവാ ചോദിച്ചാൽ എഴുതാം, അത്രേ ഉള്ളൂ. പിന്നെ വിക്ടോറിയൻ പോയിറ്റ്സിൽ വരുന്നവരെ നമുക്കറിയാം. ആൽഫ്രഡ് ടെന്നിസന്റെ വർക്കുകൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. യുലിസസ്. ഒക്കെ. പിന്നെ റോബർട്ട് ബ്രൗണിങ്ങിനെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. മൈ ലാസ്റ്റ് എച്ചസ് പഠിച്ചില്ലേ? പഠിച്ചിട്ടുണ്ട്. പിന്നെ മോസ്കിറ്റോ പഠിച്ചിട്ടുണ്ടോ? ഇല്ല. പിന്നെ എലിസബത്ത് ബാരറ്റ് ബ്രൗണിംഗ്, മാത്യു അർണോൾഡ്, ഓസ്കർ വൈൽഡ്, ഹോപ്കിൻസ്, ഇവരൊക്കെ വിക്ടോറിയൻ പോയിറ്റ്സ് ആണ് കേട്ടോ കുറച്ച്. ഓക്കെ, അത് അത്രേ ഉള്ളൂ. പിക്ക് ഔട്ട് ദ നോവൽ റിട്ടൺ ഇൻ ദ സ്ട്രീം ഓഫ് കോൺഷ്യസ്നസ് മെയ്ഡ് ബൈ മോഡല്ലാട്ടാ, മെയ്ഡാണ്, ഇതായി പോയതാ, ബൈ എ വുമൻ റൈറ്റർ. സ്ട്രീം ഓഫ് കോൺഷ്യസ്നസ് എന്താ? ടു ദ ലൈറ്റ് ഹൗസ് ആണ്. അതെ, ആൻസർ ടു ദ ലൈറ്റ് ഹൗസ് ആണ്. സ്ട്രീം ഓഫ് കോൺഷ്യസ്നസ് എന്താണ്? അത് നമ്മള് തോട്ട് എങ്ങനെ വരുന്ന അതേ രീതിയിൽ ഇങ്ങനെ അങ്ങനെ എഴുതി പോകുന്ന ഒരാൾക്ക് സംഭവം. തോന്നിയതും കണ്ടതും എല്ലാതും ഇങ്ങനെ പറഞ്ഞങ്ങനെ പോകും. അതാണ് സ്ട്രീം ഓഫ് കോൺഷ്യസ്നസ് അല്ലേ? ഈ സ്ട്രീം ഓഫ് കോൺഷ്യസ്നസ്സിൽ എഴുതിയതാണ് യുലിസസും. പക്ഷെ യുലിസസ് എഴുതിയത് ആരാണ്? ജെയിംസ് ജോയ്സ് ആരാ ആണോ? എഴുതിയത്? അതെ, ജെയിംസ് ജോയ്സ് ആണ്. ഈ യുലിസസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര പ്രശ്നമാണ്. കാരണം യുലിസസ് പോയാണെങ്കിൽ അത് ടെനിസൺ ആണ് എഴുതിയത്, അത് നോവൽ ആവുമ്പോൾ അത് എഴുതിയിട്ടുള്ളത് ജെയിംസ് ജോയ്സ് ആണ്. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. ഫ്രാങ്കസ്റ്റൈൻ ആരാ എഴുതിയത്? അതും നമ്മുടെ ലേഡിയാണ് എഴുതിയത്. ആരാ? ജെയിൻ അല്ല, മേരി ഷെല്ലി. ഫ്രാങ്കസ്റ്റൈൻ എഴുതിയത് മേരി ഷെല്ലിയാണ് കേട്ടോ. ലൈറ്റ് ഹൗസ് എഴുതിയത് ആരാ? വിർജീനിയ വൂൾഫ്. സെൻസ് ആൻഡ് സെൻസിബിലിറ്റിയോ? അതെ, എമ്മ എഴുതിയാളന്നെ. അല്ല എമ്മ എഴുതിയാളന്നെ. ജെയിനെന്ന് പറയുന്നത് ജെയിൻ ഓസ്റ്റൻ. ജെയിനേറല്ലടാ, ജെയിൻ ഓസ്റ്റൻ. അപ്പോ സെൻസ് ആൻഡ് സെൻസിബിലിറ്റി എഴുതിയത് അവരാണ്, മേരി ഷെല്ലി, ഫ്രാങ്കസ്റ്റൈൻ. ബാക്കിയൊക്കെ ഒന്ന് നോക്കി വെക്കും. ഇനി ദിസ് ഇസ് ദ ലാസ്റ്റ് ക്വസ്റ്റൻ ഐ തിങ്ക്. ഹു ഈസ് കൺസിഡർഡ് ആസ് ദ പോയറ്റ്സ് പോയറ്റ്? ആരാണ് പോയറ്റ്സ് പോയറ്റ് എന്നറിയപ്പെടുന്നത്? ഡ്രൈഡൻ. മിൽട്ടൺ ആണോ? അല്ല. സ്പെൻസർ. ആര്? മിൽട്ടൺ. സ്പെൻസർ അല്ലടാ, സ്പെൻസർ. എഡ്മണ്ട് സ്പെൻസർ. ഫെയറി ക്യൂൻ ഒക്കെ എഴുതിയിട്ടുള്ള, അല്ലെങ്കിൽ മറ്റേ ഷെപ്പേർഡ്സ് കലണ്ടർ ഒക്കെ എഴുതിയിട്ടുള്ള സ്പെൻസർ ആണ്. എഡ്മണ്ട് സ്പെൻസർ ആണ് എന്ത് പോയറ്റ്സ് പോയറ്റ് എന്ന് അറിയപ്പെടുന്നത്. അങ്ങനെ വിളിച്ചത് ആരാണ്? അർണോൾഡ് ആണോ? ആരാ?
മാത്യു ആർണോൾഡ് ആണോ? മാത്യു അർണോൾഡ് ആണോ? അതെ. ആണോ? അല്ല പിന്നെ അത് മാത്യു അർണോൾഡ് ആണോ അതോ നമ്മളുടെ ചാൾസ് ലാംബ് ആണോ? ലാംബാണോ നീ? ചാൾസ് ലാംബ് അല്ലടാ, മാത്യു അർണോൾഡ് ആണ്. അതെയാ? മാത്യു അർണോൾഡ് ആണ്. അതെ, ഇനി ഒന്ന് നോക്കണം. ഒന്ന് ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്കൊന്ന് നോക്കാം. മാത്യു അർണോൾഡ് ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നോക്കാം. ഓക്കെ. പിന്നെ അപ്പോ ലൈക്ക് നോക്കുകയാണെങ്കിൽ നമ്മള് പിന്നെ ഒരു ആളുള്ളത് ചോസർ ആണ്. ചോസർ എന്ന് പറയുന്ന ആരാണ്? ഫാദർ ഓഫ് ഇംഗ്ലീഷ് പോയിട്രി ആണ്, നമുക്കറിയാം. പോയിട്രി മാത്രമല്ല, ഇംഗ്ലീഷ് ലിറ്ററേച്ചറിന്റെ ഫാദറും ജെഫ്രി ചോസർ തന്നെയാണ്. പിന്നെ അദ്ദേഹത്തിന്റെ ഹലോ, ഓഡിബിൾ ആണോ? ഓക്കെ. അപ്പം അദ്ദേഹത്തിന്റെ വർക്ക്സ് ആണ് കാൻറ്റർബറി ടെയിൽസ്. കാൻറ്റർബറി ടെയിൽസിന്റെ കഥയൊക്കെ നമുക്കറിയാം, നമ്മൾ പറഞ്ഞു. സെന്റ് തോമസ് വെക്കറ്റിന്റെ കത്തീഡ്രലിലേക്ക് പോവാണ് കുറച്ച് പിലിഗ്രിംസ്. ലൈക്ക് അപ്പൊ അവര് നിൽക്കുന്ന ഒരു സ്ഥലമുണ്ട്, അത് എവിടെയാ? ടബാഡിൻ. ടബാഡിൻ. അത് നോക്കണ ആളെ പേരെന്താ? ലൈക്ക് അതിനൊരു ഹാരി ബെയ്ലി. ഹാരി ബെയ്ലി ആണ് അത് നോക്കുന്ന ആള്. സോ അങ്ങനെ പോവാണ്. ഹാരി ബെയ്ലി ഇയാളൊക്കെ ഉണ്ട്. അവരൊരു ഇതെന്താണ്, പോകുമ്പോഴും വരുമ്പോഴും എന്ത് പറയണം? കഥ പറയണം അല്ലെ? സ്റ്റോറി. അതൊരു അതെ, സ്റ്റോറി പറയണം. പക്ഷെ അതൊരു ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള വർക്കാണ് ഇത്, നമ്മളെ കാൻറ്റർബറി ടെയിൽസ് എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ നമ്മളെ ജെഫ്രി ചോസറിന്റെ വേറെ കുറച്ച് വർക്കുകളാണ് പാർലമെന്റ് ഓഫ് ഫാൾസ്, ദ ബുക്ക് ഓഫ് ഡച്ചസ്, ദ ഹൗസ് ഓഫ് ഫെയിം, ദ ലെജൻഡ് ഓഫ് ഗുഡ് വിമൻ, ഫോയിലസ് ആൻഡ് ക്രിസീഡേ, ഇതൊക്കെ. പിന്നെ ഈ ജെഫ്രി ചോസറിന്റെ ഒക്കെ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് ഇങ്ങനെ ഒരു മിഡിൽ ഇംഗ്ലീഷ്, അതാണ് ഈസ്റ്റ് മിഡ്ലൻഡ് ഡയലക്ട് എന്നൊക്കെ പറയും. അത് ഒരു സ്റ്റാൻഡർഡൈസ്ഡ് വേർഷനായി മാറിയ സമയമാണ് ചോസറിന്റെ സമയം. അതുവരെ ഇങ്ങനെ പലരും ഇംഗ്ലീഷിന് വലിയൊരു ഇമ്പോർട്ടൻസ് ഇല്ലാതെ മിഡിൽ ക്ലാസ് വർക്കിംഗ് മെൻ മാത്രം ഇംഗ്ലീഷ് സംസാരിച്ചിരുന്ന, അല്ലെങ്കിൽ എപ്പോഴും ലാറ്റിനും ഫ്രഞ്ചിനും ഒക്കെ അധികം ഇമ്പോർട്ടൻസ് കിട്ടിയിരുന്ന ഒരു കാലത്താണ് നമ്മള് ചോസർ ഈസ്റ്റ് മിഡ്ലൻഡ് ഡയലക്ട് അവനാന്റെ ഒരു സ്റ്റാൻഡർഡൈസ് വേർഷനായിട്ട് കൊണ്ടുവരുന്നത്. അതൊക്കെ വെച്ച് നമ്മളൊന്ന് നോക്കണം. പിന്നെ ചോസറിന്റെ കുറച്ച് കണ്ടംപററീസിനെ ചോദിക്കണ്ടായില്ല, ആരൊക്കെയാണെന്ന് അറിയോ നമുക്ക്? ലാംഗ്ലാൻഡ്, ഗോവർ. ലാംഗ്ലാൻഡ് ഉണ്ട്. അതെ. വില്യം ആരാണ്? ലാംഗ്ലാൻഡ്. വില്യം ലാംഗ്ലാൻഡ് അതെ, വില്യം ചോസറിന്റെ ലാംഗ്ലാൻഡ്. അതെ, ഗോവർ ഉണ്ട്. പിന്നെ റെഡ്ക്ലിഫ് അങ്ങനെ ഒരാളുണ്ടോ? വെൻക്ലിഫ് ഒരാളുണ്ട്. അതെ. റെഡ്ക്ലിഫ് ആണോ? അങ്ങനെ എന്തോ ഒരു പേര്. അതെ. അപ്പൊ അങ്ങനെയൊക്കെ. പിന്നെ വരുന്നത് സ്പെൻസറിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഫെയറി ക്യൂനും ഷെപ്പേർഡ്സ് കലണ്ടർ ഒക്കെയാണ് അയാളുടെ ഫേമസ് ആയിട്ടുള്ള വർക്ക്സ്. ഈ ഒരു ഷെപ്പേർഡ് കലണ്ടർ ഫിലിപ്പ് സിഡ്നിക്ക് ഡെഡിക്കേറ്റ് ചെയ്തിട്ട് മൂപ്പർ എഴുതിയിട്ടുള്ള ഒരു വർക്കാണ് കേട്ടോ. അത് പറഞ്ഞപ്പോൾ ഒരു ഓർമ്മ, T.S. എലീറ്റിന്റെ വേസ്റ്റ്ലൻഡ് അയാൾ ആർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് എഴുതിയ വർക്കാണ്? Yeah, guys, that's right. ഇനി ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, ലൈക്ക് മിലിട്ടൺ നമുക്കറിയാം അല്ലെ? മിലിട്ടന്റെ ഫേമസ് ആയിട്ടുള്ള രണ്ട് വർക്കാണ് പാരഡൈസ് ലോസ്റ്റും പാരഡൈസ് റീഗെയിൻഡും. ഓക്കെ. മിലിട്ടൺ എന്ന് പറയുന്നത് 40 വയസ്സ് കഴിഞ്ഞപ്പോൾ അയാൾ എന്തായി മാറി? ബ്ലൈൻഡ് ആയിട്ട് മാറി. അതിനുശേഷം മൂപ്പർ എഴുതിയൊരു വർക്ക് ഉണ്ട്, ഏതറിയോ? ഏതാണ്? ഓൺ ഹിസ് ബ്ലൈൻഡ്നെസ്. അപ്പൊ അതാണ് മൂപ്പര വർക്കുകൾ. സോ അത്രയൊക്കെ ഉള്ളൂ ഇന്ന് ഞാൻ പ്രിപ്പയർ ചെയ്ത് വെച്ചത്. തന്നെ ഒരുപാട് സമയമായോ? ലൈക്ക് എങ്ങനെയാ നിങ്ങക്ക്? ഇന്ററാക്റ്റീവ് ഉണ്ടായതുകൊണ്ട് കുഴപ്പമില്ല, നമുക്ക് അത്ര വലിയ തോന്നുന്നില്ല. എല്ലാം ഒന്ന് ബോറടി ഓർത്തെടുക്കാൻ തോന്നി? പറ്റി. ഓർത്തെടുക്കാൻ പറ്റി. ഐ ആം ഹാപ്പി വിത്ത് PGക്ക് ദാറ്റ്. പഠിച്ചത് ഒരുപാട് കാര്യങ്ങൾ പൊടി തട്ടിയെടുത്ത്. നല്ല ക്ലാസ് ആയിരുന്നു. അതന്നെ. ആണോ? എനിക്ക് സന്തോഷമായിരുന്നു കേട്ടോ. ഇംഗ്ലീഷ് ലിറ്ററേച്ചർ നമ്മള് പഠിക്കണോണ്ട്, കാരണം BEd വരുമ്പോൾ നമുക്ക് ലിറ്ററേച്ചർ നമ്മളെടുത്ത് കുറെ യാത്രയാവും. കാരണം നമുക്ക് പഠിക്കാനുള്ളത് അതൊന്നും അല്ലാത്തത് കൊണ്ട്. അതൊക്കെ ഇട്ട് പോകുന്നതാ. ഇപ്പൊ കേട്ടപ്പോഴാണ് ഇതൊക്കെ നമ്മൾ അതെ, എപ്പോഴൊക്കെയോ കേട്ട സാധനങ്ങള്. അതെ, എപ്പോഴൊക്കെയോ കേട്ട എന്തൊക്കെ കൂടി നോക്കിയെടുത്തു. ഓക്കെ, നന്നായിട്ട് എഴുതാ. അപ്പൊ നമ്മൾ കുറെ ആൾക്കാരൊക്കെ ഇങ്ങനെ പേരൊക്കെ പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പൊ ഇവരെ കുറിച്ചൊക്കെ കുറച്ചും കൂടി സെർച്ച് ചെയ്യുക. അതുപോലെ തന്നെ പുതിയ വർക്കുകളെ കുറിച്ചൊന്നും അങ്ങനെ ചോദിച്ചിട്ടില്ല, പക്ഷെ ട്രാൻസ്ലേഷൻ വർക്ക്സ് അങ്ങനത്തെ കുറച്ച് നോക്കാം. ഓക്കെ.
പിന്നെ അതേപോലെ തന്നെ ലിംഗ്വിസ്റ്റിക്സിനൊക്കെ കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ലൈക്ക് നമ്മളെ ആലഫോണ്, ആലമോർഫ് അങ്ങനത്തെ കുറെ സാധനങ്ങളില്ലേ, ഫോണിമോർഫിമിന്റെ ഒക്കെ അതൊക്കെ പിന്നെ അറിയും എന്നുള്ളതുകൊണ്ടാണ് അതൊക്കെ വിട്ടത്. പക്ഷെ അങ്ങനത്തെ ഒക്കെ കുറച്ചും കൂടി നോക്കണം. ഓക്കെ, അപ്പം ലിംഗ്വിസ്റ്റിക്സിലേക്കും കുറച്ചും കൂടി നോക്കുക. ഇതെല്ലാം ഇത് നമ്മള് ശരിക്കും കുറച്ചാണ് എല്ലാതും. ഇത് നോക്കണം എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആ ചോദ്യം അവിടെ ഇടുന്നത്. ഓക്കെ, സോ ലൈക്ക് I think that you all enjoyed the session and thank you. Thank you, Thank Adila, you. for your wonderful class. താങ്ക് യു. മിസ്റ്റേക്ക് കഴിഞ്ഞു. Okay, thank you, Adila. എന്തായാലും വളരെ നന്നായിട്ട് എടുത്തിട്ടുണ്ട്. എല്ലാവർക്കും അവര് മറന്നുപോയ ലിറ്ററേച്ചർ ഒക്കെ ഒന്ന് ഓർത്തെടുക്കാനുള്ള ഒരു അവസരം കൂടെ ആയിട്ടുണ്ട്. ഓർത്തെടുക്കാൻ അതിനൊരു ലിറ്ററേച്ചർ സന്തോഷം. ബിഎഡിന് ചേർന്നപ്പോ അത് ഉപയോഗിക്കുന്നില്ലല്ലോ. അപ്പൊ കുറെയൊക്കെ അതെ മറന്നുവെച്ച അതെ. കാര്യങ്ങളായിരിക്കും. അപ്പൊ അവർക്ക് ഒരുപാട് സന്തോഷമായി തോന്നുന്നു. ക്ലാസ് വളരെ ഇന്ററാക്റ്റീവ് ആയിരുന്നു അല്ലെ. അവർക്കും കുറെ കാര്യങ്ങളൊക്കെ അറിയാം. അതെ, ഓർക്കും ലൈക്ക് അവര് നല്ല കോപ്പറേറ്റീവ് ആയിരുന്നു. ഒരുപാട് കാര്യങ്ങൾ അവർ പറയണോണ്ട് എനിക്കും ഭയങ്കര എളുപ്പമായി പരിപാടി. എന്തായാലും താങ്ക് യു. താങ്ക് യു. ശരി എന്നാ, ഓക്കെ, ബൈ ഗൈസ്. ബൈ ബൈ. താങ്ക് യു.